ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് അങ്ങനെ തുടങ്ങിക്കോ. എന്താണ് ഇപ്പോൾ നമ്മൾ സിറ്റിസ്കേപ്സ് എന്നാണല്ലോ ഇതിന് എപ്പിസോഡിന് പേരിട്ടിട്ടുള്ളത്. ഇപ്പം ടൈറ്റിലൊക്കെ ഇട്ട് എപ്പിസോഡ് ഇറക്കാൻ തുടങ്ങി. എന്താ ചെയ്യാ, വളർച്ചയായി. സിറ്റികളെ കുറിച്ച് എന്താണ് തിയറി? തിയറി അല്ല, എങ്ങനെ സിറ്റികൾ ഉണ്ടാവുന്നു എന്നുള്ളത്, എങ്ങനെയാണ് ഒരു സിറ്റി ഉണ്ടാവുന്നത് എൻ്റെ ഒരു മനസ്സിലാക്കലിൽ. സിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വില്ലേജസ് സിറ്റിയായി പരിവർത്തിക്കപ്പെടുകയോ പരിവർത്തിക്കപ്പെടുകയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ഉണ്ടാവാം, ഉണ്ടാവും. അല്ലാത്ത സിറ്റികൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു കുറച്ചും കൂടെ ബാക്കിലേക്ക് പോയി അങ്ങനെയാണോ? ഇത് ഒരു സ്റ്റേജിൽ അത് വില്ലേജ് ആവുകയും അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അതൊരു സിറ്റി ആവുകയും പിന്നെ അത് കഴിഞ്ഞ് വേറെ എത്തുമ്പോൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആവും. ഇത് അവിടെ ഇങ്ങനെ നിൽക്കുന്നില്ലല്ലോ. കമോൺ, ഞാൻ ഉദ്ദേശിച്ചത് ഒരു കൂട്ടം വില്ലേജുകൾ ചേർന്നത് അതല്ല. എൻ്റെ ചോദ്യം അതല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു വില്ലേജ് സിറ്റി ആവുക എന്നുള്ള തിയറി എടുത്താൽ അതിൽ ഇംപ്ലൈ ചെയ്യപ്പെടുന്നത് ഒരു വില്ലേജ് അവിടെ ഉണ്ടായിരുന്നു, വില്ലേജ് ആയിട്ട് ഉണ്ടാവുകയും പിന്നീട് അത് സിറ്റി ആവാൻ ഒരു സമയത്ത് തീരുമാനിക്കുകയും അല്ലെങ്കിൽ അത് സംഭവിക്കുകയും. അതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ അതിന് മനസ്സിലാക്കാൻ പറ്റുമോ അറിയില്ല. അതിൻ്റെ ഒരു ഫ്ലോയിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണെന്ന്. നമ്മൾ ഈ കാറ്റഗറീസ് ഒക്കെ ഉണ്ടാക്കുന്നത് പറയുമ്പോൾ എല്ലാത്തിനെയും ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് കണ്ടത് ശരിയാ. അല്ല, ഇപ്പോൾ ഒരു പ്ലെയിൻ ലാൻഡ്, അവിടെ ഒരു വില്ലേജ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? എനിക്കറിയില്ല. വളരെ ബേസിക് ആയിട്ട് അതൊരു കോമഡി ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ആൾക്കാരെ പട്ടിണി മാറ്റുന്ന ഘടകങ്ങൾ ആ മണ്ണിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന്റെ ചുറ്റും ഉണ്ടാവണം എന്നുള്ളത് തന്നെ. അത് അഗ്രേറിയൻ എക്കോണമി ആവാം, അല്ലെങ്കിൽ സെന്റർ ഓഫ് കൊമേഴ്സ് ആവാം, എന്തോ ആവാലോ. വെള്ളം ഉണ്ടാവുക മണ്ണിന്റെ അടിയിൽ, അതാണ് സംസം. അതേപോലെ കൃഷി ചെയ്യാൻ കഴിയുന്ന മണ്ണാവുക, അതേപോലെ വാട്ടർ ബോഡീസിന് അടുത്തുണ്ടാവുക. വെള്ളം വളരെ പ്രധാനമാണ്. റിവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള കടലോ നദിയോ തടാകങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ അങ്ങനെയുള്ള സിവിലൈസേഷനുകൾ ഉണ്ടാവുന്നത് എല്ലാം കരകളിൽ, പ്ലെയിൻസിലാണ്. റിവർ ബാങ്ക്സ് ആകാം, കടലിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആകാം. അപ്പോൾ മലമുകളിലുള്ള സമൂഹങ്ങളെ, മലമുകളിൽ എങ്ങനെയാ കാണുക? മലമുകളിൽ എനിക്ക് തോന്നുന്നത് മലമുകളിലല്ലേ, എന്തിനാണ് അവർ മലമുകളിലേക്ക് കയറിപ്പോയതാണോ അതോ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നവരാണോ പ്ലെയിൻസിലുള്ളവർ? അത് മലമുകളിൽ വെള്ളമുണ്ട്, കയറ്റിറക്കം. ഓക്കെ, വെള്ളം. ഓക്കെ, അതുകൊണ്ട് ഓക്കെ. പിന്നെ ഫോറസ്റ്റ് ഉണ്ടാവും. ഫോറസ്റ്റ് എന്ന് വെച്ചാൽ വിറകിന് വേണ്ടിയിട്ട് ഈ എനർജി സോഴ്സായിട്ട് ഫോറസ്റ്റിന്റെ അടുത്ത് ഒരു കാട്, ആ കാടിന്റെ അടുത്തൊരു ചെറിയ ഗ്രാമം, അങ്ങനെ ഉണ്ടല്ലോ. ഈ നദികളും പുഴകളും എല്ലായിടത്തും ഇല്ലല്ലോ. എന്തോ എനിക്ക് ഈ ഒറിജിൻ സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് തിയറി ഒരു സംഭവത്തെക്കുറിച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നതിൽ എനിക്കത്ര പിടിപാടില്ല ഇതിനെക്കുറിച്ച്. ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ BA ജാമ്യയിൽ സോഷ്യോളജിക്ക് സാറിൻ്റെ പേരെന്തായിരുന്നു, ഞങ്ങൾ അർബൻ സോഷ്യോളജി പഠിപ്പിക്കുന്ന ഒരാളുണ്ട് 3ാമത്തെ സെമസ്റ്ററിൽ. അപ്പോൾ ഞാൻ അംബേദ്കർ ഹോസ്റ്റലിൽ ബിലാൽ താമസിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ബിലാൽ ഇബിൻ ഷാഹുൽ, അവൻ ജോഗ്രഫി പഠിക്കുകയാണ് മാസ്റ്റേഴ്സ്. ഞാനാണെങ്കിൽ സോഷ്യോളജി BA പഠിക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ ഹോസ്റ്റലിലുള്ള FRK ഹോസ്റ്റലാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഒരുമിച്ച് അംബേദ്കർ ഹോസ്റ്റലാണ് നമ്മുടെ മെസ്സും. അങ്ങനെ പോവുകയും അവിടെ വെച്ച് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ബിലാൽ ഇങ്ങനെ ഈ ജോഗ്രഫീൻ്റെ കുറേ തിയറികളൊക്കെ പറയും. ഹ്യൂമൻ ജോഗ്രഫിയിൽ ഭയങ്കര ജോഗ്രഫിയാണ് പഠിച്ചത്. അത് ഹ്യൂമൻ ജോഗ്രഫിയിൽ ഭയങ്കര ആ സമയത്ത് ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് ബിലാൽ. അങ്ങനെ ഒരുപാട് പറയും. അങ്ങനെയാണ് ഡേവിഡ് ഹാർവേനൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത്. ഡേവിഡ് ഹാർവേൻ്റെ റൈറ്റ് ടു ദ സിറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിളൊക്കെ പറഞ്ഞായിരുന്നു. ഇത് നീ വായിക്കണം ബാസിൽ, അടിപൊളിയാണെന്നുള്ള രീതിയിൽ. പിന്നെ ഡൽഹിയിൽ നമ്മൾ ജീവിക്കുമ്പോഴുള്ളൊരു നമ്മളൊരു അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ CA സമരത്തിന് മുന്നേ ആയാലും വളരെ പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ളൊരു
ഒരു ഏരിയയിലാണ് നമ്മളിരിക്കുന്നത്. സൗത്ത് ഡൽഹി, ബട്ട്ല, ജാമിയ നഗർ എന്നൊക്കെ പറയുന്നത് ആ നിലക്ക് ഭയങ്കര പൊളിറ്റിക്കലുമാണ്. ഇപ്പോൾ സ്പേസിന് ഓൾറെഡി പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം ജീവിക്കുന്ന നിലയ്ക്ക് ഈ ഡേവിഡ് ഹാർവേൻ്റെ റൈറ്റ് ടു ദ സിറ്റിയൊക്കെ എനിക്ക് ഭയങ്കര കിക്ക് ഉണ്ടാക്കിയ ആർട്ടിക്കിളാണ്. എങ്ങനെയാണ് ആളുകൾ സിറ്റി സ്പേസുകളെ ക്ലെയിം ചെയ്യുന്നത്, അതിങ്ങനെ ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ. പിന്നെ ഗസാല ജാമിലില്ലേ, അറിയാം? അവർ JNUവിലെ പ്രൊഫസറാണ്. അവർ ബട്ട്ല ഹൗസ്, ആ ഒരു ജാമ്യ നഗറിൻ്റെ ഓക്ലൈനെ കുറിച്ചുള്ള അവരുടെ വർക്കൊക്കെ ഉണ്ട്, അക്യുമുലേഷൻ ബൈ സെഗ്രിഗേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്കൊരു അസൈൻമെൻറ്റ് കിട്ടി ഒരു വിഷയത്തിൽ, അർബൻ സോഷ്യോളജിയിൽ ഒരു സാധനം എഴുതണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അസൈൻമെൻറ്റ് എഴുതിയത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഡേവിഡ് ഹാർവേൻ്റെ റൈറ്റ് ടു ദ സിറ്റീസിൻ്റെ ഒരു റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം എഴുതിയത്. ഇത് കണ്ടതും പ്രൊഫസർക്ക് ദേഷ്യം വന്നു. ഞാനിവിടെ അർബൻ സോഷ്യോളജി പഠിപ്പിച്ചു തുടങ്ങിയുള്ളൂ, അപ്പോഴത്തേക്കും നീ റൈറ്റ് ടു സിറ്റീസ് ഒക്കെ കയറാനായോ എന്നുള്ള മൂഡ്. ഒരു പ്രസൻറ്റേഷൻ ഞാൻ നടത്താൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മിഡ് വേ നിർത്തി. എന്നിട്ട് ചോദിച്ചു, ഓക്കെ ടെൽ മീ വൺ തിങ്, വാട്ട് ഈസ് അർബൻ സോഷ്യോളജി? എന്താണ് അർബൻ, എന്താണ് റൂറൽ, അതിൻ്റെ മാനദണ്ഡം എന്താണ്, എത്ര പേരാകുമ്പോഴാണ് അത് അർബൻ ആവുന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല, ഞാനാണ് ഈ ക്ലാസ്സിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. എന്നിട്ട് എനിക്കറിയാൻ പാടില്ല സാറേ എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ മൂപ്പര് പറഞ്ഞു, എന്നാൽ അതിനെക്കുറിച്ചൊരു അസൈൻമെൻറ്റ് ചെയ്യും. ശരി പൊക്കോന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് മൂപ്പര് മാർക്കിന് എടുത്തില്ല. എന്നിട്ട് ഞാൻ വേറെ അസൈൻമെൻറ്റ് ചെയ്യേണ്ട വന്നു. ഞാൻ മറന്നുപോയി. എന്തോ ഒരു കണക്കൊക്കെ ഉണ്ട്, ഇത്ര പേരുടെ ഒരു പോപ്പുലേഷൻ ആവുകയും അതിൽ ഇത്ര സംഭവങ്ങൾ, വേറെ കുറേ സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് അത് അർബൻ ആവുന്നത്. അർബൻ എന്നുള്ള ഒരു കൺസിഡറേഷൻ ഒരു സ്പേസിന് സോഷ്യോളജിയിൽ കിട്ടുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്പേസിനെ കാണുന്നത്, അല്ലെങ്കിൽ സിറ്റീനെ കാണുന്നത് കുറച്ചുകൂടി പല കോണ്ടസ്റ്റേഷനിലൂടെ പോസിബിൾ ആവുന്നൊരു സ്പേസ് എന്നുള്ള നിലക്കാണ്. അപ്പോൾ ആ നിലക്കുള്ള ഇടപെടലുകളും കൊടുക്കൽ വാങ്ങലുകളും പലരും നടത്തുന്ന നെഗോസിയേഷൻസും ടാക്ടിക്സും ഒക്കെയാണ് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നോട്ടം മാത്രമാണ് എനിക്ക് സിറ്റിയോടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ സിറ്റി എപ്പോൾ സംഭവിച്ചു, അതെപ്പോഴും വില്ലേജ് ആയത്. പിന്നെ ആൻഷ്യന്റ് സിറ്റികളൊക്കെ റോം, ലണ്ടൻ, ബഗ്ദാദ്, അതൊക്കെ മനസ്സിലായി, ഡമസ്കസ്, അതൊക്കെ ഒരു നഗരങ്ങളാണല്ലോ, ഒരു നാഗരികത എന്നൊക്കെയാണല്ലോ നമ്മളതിനെ വിളിക്കുക. അപ്പോൾ ആ വാക്കിനും ആ ഒരു സംഭവിക്കലിനും എന്തെങ്കിലും ഒരു എവല്യൂഷൻ ഉണ്ടാവുമല്ലോ. തീർച്ചയായും. അതാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ അങ്ങനെ ചരിത്രപരമായി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നാൽ നമുക്ക് നേരെ, താങ്കൾ അങ്ങനെ നോക്കിയിട്ടുണ്ടോ? താങ്കളങ്ങനെ നോക്കിയിട്ടുണ്ടോ? ഇല്ല, അത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഈ നിങ്ങളൊരു തിയറി എന്താണ് അതിനകത്ത്? അതായത് കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക, കന്നുകാലികളെ വളർത്താനുള്ള സൗകര്യം ഉണ്ടാവുക, അതേപോലെ ആളുകൾ കൃഷി ചെയ്തിട്ട് മാത്രമല്ല, കന്നുകാലികളുടെ ഇറച്ചി ആയിക്കോട്ടെ, പാലായിക്കോട്ടെ, പിന്നെ വെജിറ്റബിൾസ് ഉണ്ടാക്കലായിക്കോട്ടെ, അതിനെല്ലാത്തിനും കഴിയുന്ന മണ്ണ്, പ്രദേശം, ചുറ്റുമുള്ള വാട്ടർ സോഴ്സുകൾ, ഇതെല്ലാമാണ് ഒരു പ്രദേശത്തെ ജീവയോഗ്യമാക്കുന്നത്. അതൊരു ജനവാസ പ്രദേശമായി മാറുന്നു. പക്ഷെ ആ ജനവാസ പ്രദേശത്ത് ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അതായത് ഇത്ര ഏക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡിന് ഒരു ഇതുണ്ടാവും. അത്ര പോപ്പുലേഷനാണ് അത് സെർവ് ചെയ്യാൻ പറ്റുക. ആ പോപ്പുലേഷൻ്റെ ലിമിറ്റ് കഴിഞ്ഞാൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങും. എന്നുവെച്ചാൽ ആളുകളുടെ എണ്ണം കൂടുകയും ഈ കൃഷി അല്ലെങ്കിൽ ഭക്ഷണ യോഗ്യമായിട്ടുള്ള കപ്പാസിറ്റി കുറയുകയും ചെയ്താൽ ആളുകൾ അടുത്ത സ്ഥലം നോക്കി പോകുന്നു. അടുത്ത ഒരു വില്ലേജ് തൊട്ടടുത്തുണ്ടാവുന്നു. അത് ഒരുപാട് ദൂരത്തേക്ക് അവർ പോകില്ല. അപ്പൊ അങ്ങനെ അടുത്തടുത്ത് കുറെ വില്ലേജുകൾ ഉണ്ടാവുന്നു. ഇവര് തമ്മിലുള്ള കൈമാറ്റങ്ങൾ ഉണ്ടാവുന്നു. അത് പിന്നെ ഒരു യൂണിഫൈഡ് ആകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോ പുഴയൊക്കെ ഉണ്ടെങ്കിൽ ഗുഡ്സ് ഒക്കെ പുഴയിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് വലിയൊരു പ്രദേശം. അപ്പോൾ അതൊരു സിവിലൈസേഷനായി മാറും. അതിനൊരു പിന്നെ അതിനൊരു വലിയ വില്ലേജ് ഉണ്ടാവും, പിന്നെ ചെറിയ വില്ലേജുകളുണ്ടാവും. അപ്പോൾ വലിയ വില്ലേജിനൊരു എന്താ പറയുക, നഗര ഭരണ പ്രദേശമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഡെവലപ്പ് ആവാനുള്ള സാധ്യത ഉണ്ടാവും. ഇപ്പോൾ ലോവർ സാക്സണി എന്ന് പറയുന്ന ഇവിടുത്തെ വലിയ സ്റ്റേറ്റ്, ഹനോവറാണ് വലിയ നഗരം. ഹനോവറിലാണ് അതിൻ്റെ ക്യാപിറ്റൽ ഇരിക്കുന്നത്. ഗോട്ടിങ്ങൻ, കാസൽ എനിക്ക് തോന്നുന്ന വേറൊരു സ്റ്റേറ്റില്, ഹാസല്ല. അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ ടൗണുകൾ എന്ന് വേണമെങ്കിൽ പറയാം, സിറ്റികൾ എന്ന് പറയുന്നതിനേക്കാളും ചുറ്റുമുണ്ട്. വേറെ കുറെ ഗ്രാമങ്ങളുണ്ട്, ഡോർഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം
എന്താ പറയുക, ഇങ്ങനെയുള്ള അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റാണ് ഞാൻ പറഞ്ഞത്. ആ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുതിയ കാസിലെ ഹെസ്സയിലാണ്. ഹെസൻ ഹെസ്സെ. ആ പക്ഷെ നമ്മൾ പറയുന്ന സിറ്റികൾ, നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന സിറ്റികൾ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഒരു സിറ്റി എന്നുള്ള അർത്ഥത്തിൽ ക്യാപിറ്റലിൻ്റെ ഒക്കെ വരവോട് കൂടി ഉണ്ടായിട്ടുള്ള സിറ്റികളെ കുറിച്ചാണ്. അതിനു മുമ്പുള്ള സിറ്റികളെ കുറിച്ച് എന്താണ്? അതിനു മുമ്പ് ആൻഷ്യൻ സിറ്റികൾ നമ്മൾ പറഞ്ഞില്ലേ, ഏൻഷ്യൻ സിറ്റികൾ. ഓക്കെ, ഏൻഷ്യൻ സിറ്റി എന്ന് പറയുമ്പോൾ എന്തോ വിദൂരത്തുള്ള സിറ്റി അപ്പുറത്തേക്ക്. ഉദാഹരണത്തിന് ഇപ്പൊ ഡൽഹി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡൽഹി അവിടെ കേന്ദ്രീകരിക്കപ്പെട്ടത്? യമുന നദി ഒരു ഫാക്ടർ അല്ലേ? അതെ അതെ അതെ, അതേപോലെ ജമുന പാർ എന്ന് പറയാം. അതെ, അതേപോലെ യെസ്, അതിൻ്റെ ചുറ്റുമുള്ള ഇപ്പോൾ ഹരിയാനയുടെ ഭാഗങ്ങളായിക്കോട്ടെ, ഇതൊക്കെ കുറേ കൂടെ കൃഷിയോഗ്യമായ, അല്ലെങ്കിൽ ഡൽഹിയെ സെർവ് ചെയ്യാൻ, ഡൽഹിയിലേക്ക് ഫുഡ് എത്തിക്കാനും മറ്റുള്ള സാധനങ്ങൾ എത്തിക്കാനും ഉള്ളൊരു വഴികൾ ചുറ്റും 4 വാർഡും ഡൽഹിയുടെ പുറത്തേക്കില്ലേ. അപ്പോൾ ഒരു സിറ്റിയിൽ നോക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ എക്കണോമിക്സ് ആണോ നോക്കുക? ഈ പറയുന്ന കൊടുക്കൽ വാങ്ങലുകൾ, അതെങ്ങനെ ഉണ്ടാകുന്ന ഒരു ട്രേഡ്, എക്കണോമിക്സ് മനുഷ്യൻ്റെ ഇപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, അല്ലെങ്കിൽ പിന്നീട് വന്ന വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളാണല്ലോ കൂടുതൽ സിറ്റികൾ. അതിൻ്റെ ആക്സസിബിലിറ്റി കൂടുതലുള്ള സ്ഥലങ്ങൾ. അതെ, അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതി വാട്ടർ ബോഡികളാണ്. ഞാൻ യമുനയുടെ കേസ് പറഞ്ഞ കെയ്റോല്, നൈൽ നദിയാണ് കെയ്റോനെ നിലനിർത്തുന്നത്. അതേപോലെ കെയ്റോയിലൊക്കെ പോകുമ്പം അവിടുത്തെ, ഞാൻ പോയത് നല്ല കൊടൂര ചൂടുള്ള സമയത്താണ്. നീ കെയ്റോ പോയിട്ടുണ്ടല്ലോ. പക്ഷെ ആ സമയത്ത് അത്ര നമുക്ക് ഫീൽ ചെയ്യാത്തതിനൊരു കാരണം നൈലുള്ളതുകൊണ്ടാണ്. അതും ഭയങ്കര ഒരു 4 പാടും മരുഭൂമിയല്ലേ കെയ്റോ. അത് അതിന്റെ പ്രൊട്ടക്ഷനാണ്. ആ സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മരുഭൂമികളാണ്. അതേസമയം ഇതിലേക്ക് സാധനങ്ങൾ എത്തിക്കാനും ഇതിനെ വാസയോഗ്യമായി നിർത്താനും നൈലുണ്ട്. അതേപോലെ റോമില് തിബർ നദി റോമിന്റെ ഹൃദയഭാഗത്തൂടെ ഒഴുകുന്നത്, ഡാന്യൂബ് നദി ബുഡാപെസ്റ്റിന്റെ ഇതിൽ കൂടെ ഒഴുകുന്നത്. അങ്ങനെ ഉള്ള, പിന്നെ നമ്മളെ നാട്ടിൽ കൊച്ചിയിൽ വേമ്പനാട്ട് കായലും അറബിക്കടലും ചേർന്നിട്ടാണ് കൊച്ചി നഗരത്തിന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടാവുന്നത്. കൊച്ചിനെ കുറിച്ച്, കൊച്ചിയിലെ മെയിനായിട്ട് ഞാൻ ഒരു മാറ്റ് ബാർലോ എന്ന് പറഞ്ഞിട്ടൊരു റിസർച്ചർ പരിചയപ്പെട്ടിരുന്നു. മൂപ്പര് മിൻസ്റ്ററിൽ ഒരു ലെക്ചറിന് വന്നതാണ്. മൂപ്പര് റിസർച്ച് കൊച്ചി ബേസ്ഡ് ആയിരുന്നു. കൊച്ചിയിലുള്ള വാട്ടർ ബോഡീസും അവിടെയുള്ള ലാൻഡും തമ്മിലുള്ള ഇടപാടുകൾ, അതിൽ ആളുകൾ, അതുപോലെ ലോക്കൽ അതോറിറ്റീസ് എങ്ങനെയൊക്കെയാണ് അവിടെ നെഗോസിയേഷൻസ് നടത്തുന്നതെന്നുള്ള ഭയങ്കര അങ്ങനെ ഒരു നല്ല സ്റ്റഡി ആയിരുന്നു മൂപ്പര്. അപ്പോൾ അന്ന് നമ്മൾ കൊച്ചിനെ കുറിച്ച് കുറേ സംസാരിക്കുകയും പിന്നെ ഓൺലൈനിൽ ഇരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അല്ല, അപ്പം ഞാൻ ഈ ആവാസ വ്യൂഹമൊക്കെ കാണിച്ചു കൊടുത്തു. ആവാസ വ്യൂഹം ഒരു ആംഫിബിയൻ ഹണ്ട്, ഭയങ്കര ഈ എക്കോളജീനെ കുറിച്ച് ഭയങ്കര സെൻസിറ്റീവായിട്ട് ഉള്ളൊരു സിനിമയാണല്ലോ. അങ്ങനെ വാട്ടർ ബോഡീനെ കുറിച്ച് നോക്കാൻ എന്താണ് പ്രേരിപ്പിക്കുന്നത്? അങ്ങനെ ഒരു എന്താ, ഇപ്പോൾ കൊച്ചി അല്ലെങ്കിൽ വൈപ്പിൻകര അങ്ങനെ വളർന്നൊരു ഇതാണ്. നിങ്ങളെ ഒരു സിറ്റിയിലേക്കുള്ള ആക്സസ് എപ്പോഴും വെള്ളത്തിലേക്കൂടെയാണല്ലോ. അതും ഒരു കാരണമാവും ആയിക്കൂടെ? പക്ഷെ ലാൻഡിലൂടെ ആക്സസ് ചെയ്യുന്ന ഒരുപാട് സിറ്റികൾ ഉണ്ട് കേട്ടോ. അതല്ല, പക്ഷെ നിങ്ങളെ കാര്യം പറഞ്ഞ നമ്മളെ കാര്യമല്ലേ, നമ്മളെ കാര്യം തീർച്ചയായും. നമ്മളെ ഇപ്പോൾ വൈപ്പിൻകരയെ കുറിച്ച് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഡെൻസ്ഡ് ആയിട്ടുള്ള ഐലൻഡാണ്. ഏറ്റവും ഡെൻസ്ഡ് ആയ ഐലൻഡുകളിൽ ഒന്നാണ് വൈപ്പിൻ. കാരണം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഏതാണ്ട് 5000 പേരോളം തിങ്ങി താമസിക്കുന്നു. അത്രയും ഡെൻസ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, ഞാറക്കൽ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത് പഞ്ചായത്തുകളുടെ കണക്കിൽ ഭയങ്കര ഡെൻസ്ഡ് ആയിട്ടുള്ള പഞ്ചായത്താണ്. പിന്നെ അതുകൊണ്ട് എന്തുകൊണ്ട് ബ്ലോക്കും മുനിസിപ്പാലിറ്റി, അപ്പോൾ എന്തുകൊണ്ടാണ് വൈപ്പിൽ ഇത്രയധികം ആൾക്കാർ വന്ന് തിങ്ങി താമസിക്കുന്നത്? വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട്. കൊച്ചികളുണ്ടാ മത്സ്യസമ്പത്ത് അല്ലെങ്കിൽ അതിലൂടെ ഉപജീവനം ഉണ്ടാക്കാനുള്ള ശേഷി. കാരണം അത്രയും വലിയൊരു കടല് നിരന്ന് കിടക്കുന്നു, ഇപ്പുറത്ത് കായൽ നിരന്ന് കിടക്കുന്നു. ഇപ്പുറത്ത് വന്ന് ചെമ്മീൻ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ ചെമ്മീന്, അല്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് മീൻ പിടിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കെട്ടുകളുണ്ട്, അവിടെയൊക്കെ നമുക്ക് പൊക്കാളി കൃഷി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ അത് ചെമ്മീൻ പാടങ്ങളായി മാറി. ഇങ്ങനെ ഭയങ്കര ഒരു വലിയ തന്നെ ഫുഡ് സോഴ്സ്
അതിൻ്റെ ഒരു റിച്ച്നെസ് ഉള്ളത് കൊണ്ടും കൂടിയാണ് എനിക്ക് തോന്നുന്നത് ആളുകൾ തിങ്ങി വന്ന് താമസിക്കുന്നതിൻ്റെ ഒരു പോയിന്റാണ്. ഈ വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പം പല സിറ്റികളും ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള അക്യൂട്ട് വാട്ടർ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ബാംഗ്ലൂർ ആയാലും ചെന്നൈ ആയാലും ഒക്കെ ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസിനുള്ള വാട്ടർ പോലും ആ ഒരു പ്രദേശത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു വലിയൊരു പ്രശ്നമുണ്ടല്ലോ. അതെ. ഇപ്പോൾ ഇപ്പോൾ ജിയോ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ തെഹ്റാനിൽ ഉള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവാനൊരു കാരണം എന്ന് പറയുന്നത് സിറ്റിയിൽ വെള്ളം ഇല്ല എന്നുള്ളതല്ല. അത് അവർ വാട്ടർ റിഫൈനറികൾ ആക്രമിക്കും എന്നൊക്കെ പറയുന്ന ഒരു ഇതാണല്ലോ. ഭയങ്കര വെരി പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിഷയമാണത്. അതിൻ്റെ ഇടയിൽ കൂടി ഡാറ്റ സെൻറ്ററുകൾ പണ്ടാരം നമ്മളെ നാട്ടിൽ ജർമ്മനിയിലാണ് അത്ര രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡാറ്റ സെൻറ്ററുകൾ ഉള്ളത്. അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ളത് ജർമ്മനിയാണ് അത്ര ഡാറ്റ സെൻറ്ററുകൾ. എങ്ങനെയാണ് ഇത്രയും അക്കോമഡേറ്റ് ചെയ്യുന്നത് അറിയില്ല. കാരണം ഇവിടെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണല്ലോ വാട്ടർ പ്രൊട്ടക്ഷൻ ഗൈഡ് ലൈൻസ് ഒക്കെ. അങ്ങനെ വാട്ടർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് വന്നിട്ട് പൈപ്പിൽ നിന്ന് ധൈര്യമായിട്ട് വെള്ളം കുടിക്കാന്നുള്ള അങ്ങനെ വളരെ ഡ്രിങ്കബിൾ വാട്ടർ ആണല്ലോ. എല്ലാ ടാപ്പ് വാട്ടർ എല്ലാം ഡ്രിങ്കബിൾ ആണ്. അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ ഒരു നിയമത്തെ എന്താണെന്ന് വെച്ചാൽ ലോവർ സാക്സണി സ്റ്റേറ്റിലാണ് ഏറ്റവും നല്ല പ്യുവർ വാട്ടർ കിട്ടുന്നത്. നീ മ്യൂണിക്കിലൊക്കെ അല്ലെങ്കിൽ സൗത്തിലേക്ക് ട്രാവൽ ചെയ്താൽ അവിടെ കുറച്ചുകൂടെ മറ്റേ കാരം ഉള്ള വാട്ടറാണ്, ഹാർഡ് വാട്ടറാണ്. മിക്ക ആൾക്കാരും ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫിൽറ്റർ കുറവാണ്. ഇല്ല പിന്നെ പേഴ്സണലി ഫിൽറ്റർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. വീട്ടിലുള്ളപ്പോൾ ഉണ്ട്. പക്ഷെ ഇവിടെ ചിലരുണ്ടല്ലോ ഈ ജഗ്ഗില് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഫിലിപ്സിന്റെ അതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ഓക്കെ, നമുക്ക് അതിന്റെ ഇപ്പോൾ നമ്മൾ ഈ വിഷയം എടുക്കാൻ തന്നെയുള്ള കാരണം എന്താണ്? താങ്കളുടെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ സിറ്റിസ്കേപ്സ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നുള്ളതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്താണെന്ന് ചോദിക്കുമ്പോഴാണത് ബെഞ്ചുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ് ഒരു വിചിത്രമായ ഒരു സംഗതി. ബെഞ്ചുകളെ കുറിച്ച് തുടങ്ങാൻ കാരണമുണ്ട്. അത് ഇവിടുന്ന് തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. ഇപ്പം നാട്ടിൽ ഞാൻ അതിൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടാണ്. നമ്മൾ അഫ്ല ഹബീബ് ഉണ്ട്, അവന് ആർക്കിടെക്റ്റാണ്. അപ്പം നമ്മൾ ആ സമയത്ത് റൈസ് മൂവ്മെൻ്റ് ഡോക്യുമെൻ്ററി ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇവനെ തിരിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിടുകയാണ്. അപ്പോൾ ഇവൻ കാസർഗോഡാണ്. അപ്പോൾ തിരിച്ച് കാസർഗോഡിലേക്ക് പോകാൻ അന്ന് ഇവനിങ്ങനെ പറഞ്ഞ് എന്തുകൊണ്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള ബെഞ്ചുകളിലെല്ലാം നടുക്ക് ഇങ്ങനെ സ്റ്റീലിൻ്റെ പരിപാടി ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഊർന്നു പോകുന്ന സൈസിലുള്ള സാധനങ്ങളാണല്ലോ, സീറ്റിംഗ് ആണ്. ഊർന്നു പോലെ എനിക്ക് ദേഷ്യം വരെ സാധനം. മര്യാദയ്ക്കൊന്നും ഇരുന്ന് ഇങ്ങനെ കുറച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പോകും. അപ്പൊ അത് ബൈ ഡിസൈൻ അങ്ങനെയാണ്. അതായത് നിരന്തരം നമ്മളിങ്ങനെ ഫ്ലോയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് എക്കോണമിക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ നീങ്ങിക്കൊണ്ടേയിരിക്കണം, ചലിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത് അത് ആ പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നാലാണ് മൊത്തത്തിൽ ഫ്ലോ ഉണ്ടായാലാണ് ഇവിടെ എക്കോണമിയും ഫ്ലോ ഉണ്ടാവുള്ളൂ. ആൾക്കാർ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ആൾക്കാർ പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ സ്ലോച്ച് ചെയ്യുക അല്ലെങ്കിൽ വളരെ ലേസി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ സിസ്റ്റം നമ്മൾ അനുവദിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ എപ്പോഴും ഊർന്നു പോവുക, ദീർഘനേരം ഒന്നും ഇരിക്കാൻ പറ്റാത്ത സൈസിൽ നമ്മൾ ബെഞ്ചുകൾ ഡിസൈൻ. അപ്പോൾ ഇതിനൊക്കെ ആളുകൾ തല ചിലവാക്കി ഇതിനു വേണ്ടി ചിന്തിച്ച് ഇങ്ങനത്തെ ഡിസൈനുകൾ ഉണ്ടാക്കുന്നു. അതിന് ഹോസ്റ്റൽ ആർക്കിടെക്ചർ എന്ന് പറയും എന്നൊക്കെ ഇങ്ങനെ പറയാം. പിന്നെ ഞാനത് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ വളരെ അന്നോയിങ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് MLA പ്രാദേശിക വികസന ഫണ്ടിൽ ഉണ്ടാക്കുന്ന ബസ് സ്റ്റോപ്പുകളിലെ കമ്പികൾ. അപ്പോൾ ഇത് വെച്ചാല് ഒരു കമ്പി ഇങ്ങനെ പിന്നെ ഒരു കമ്പി ഇങ്ങനെ, ഇതിന് ആൾക്കാർ ഇരിക്കാൻ വേണ്ടിയാണോ ഉണ്ടാക്കിയത് അതോ ഡ്രസ്സ് തൂക്കിയിടാനാണോ എന്നുള്ളത് സംശയമാണ്. ഒറ്റ കമ്പി മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ബിസാറായിട്ടുള്ള സാധനം. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഡിസൈൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ലോക്കലി ഇൻസ്പയർഡ് ഒന്നുമല്ല.
ഓക്കെ അത് ഇവിടുന്ന് എടുക്കും, ഇത് അവിടുന്ന് എടുക്കും. ഇപ്പം എന്താ മിഠായി തെരുവ് പോലും വാക്കിംഗ് സ്ട്രീറ്റ് ആക്കിയല്ലോ, കംപ്ലീറ്റ്ലി വാക്ക് ചെയ്യുന്ന ഇതാക്കി. കോഴിക്കോട് മിഠായി തെരുവ് അങ്ങനെ ആക്കിയപ്പോൾ യൂറോപ്യൻ മാതൃകയിൽ എന്നുള്ള യൂറോപ്യൻ മാതൃകയിൽ സിറ്റികൾ ഡിസൈൻ ചെയ്യുന്നതിന് ഇങ്ങനെ വളരെ ലുക്കപ്പ് ചെയ്യുന്നൊരു ഒരു 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 എന്താ പറയുക, ഒരു ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഡിസൈനൊക്കെയാണ് നാട്ടിലുള്ളത്. അങ്ങനെ ഭയങ്കര ഒരു ലാഫിംഗ് പീസാണ്. സന്തോഷ് ജോർജ് കുളങ്ങര നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയാവണമെന്നാണ് യൂട്യൂബിലെ ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ കുറേ പേര് അങ്ങനെ യൂറോപ്യൻ ഡിസൈനിനെ ഫെറ്റിഷൈസ് ചെയ്യുന്നു. അങ്ങനെ അതിനെ ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയി കോപ്പി പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഡിസൈൻ കൾച്ചറാണ് നമ്മുടെ അവിടെ ഉള്ളത്, പബ്ലിക് ഡിസൈനിലുള്ളത്. എന്താ പറയുക, പബ്ലിക് സ്പേസ് ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അർബൻ ഫർണിച്ചർ, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും അങ്ങനെ ഈ മുഴച്ച് നിൽക്കുന്നതാണ് ഈ കമ്പികളും ഊർന്നു പോകുന്ന ബെഞ്ചുകളെന്നൊക്കെ പറയുന്നത്. അങ്ങനെ മുഴച്ച് നിൽക്കുന്ന പരിപാടിയാണ്. അതിനു മുമ്പ് വളരെ നമ്മളെ നാടിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് യോജിച്ച രീതിയിലുള്ള ഡിസൈനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഉണ്ടായിട്ടുള്ള ഒരുപാട് നാഷണലിസ്റ്റ് ഡിസൈൻ മൂവ്മെന്റുകളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നതാണ്. ഈ അത്താണി എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചുമട് ആയിട്ട് പോകുന്ന ഒരാൾക്ക് ആ ഒരു ഹൈറ്റിലാണത്. വല്ലാണ്ട് താഴേക്ക് വെക്കണ്ട, മേലേക്ക് തന്നെ ഇങ്ങനെ വെക്കാം, അവിടെ നിർത്തിട്ട് പോവാം. ചുമട് താങ്ങി. അത്താണി എന്നുള്ള പേര് അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കുള്ളത്. നെടുമ്പാശ്ശേരി അത്താണി, അവിടെ ഒരു അത്താണി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പുത്തനത്താണി അല്ലെങ്കിൽ കരിങ്കിലത്താണി, ഇങ്ങനെ കുറെ പേരുകളില്ലേ. എല്ലായിടത്തും അത്താണി ഉണ്ട്, അത്താണി ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് എത്തുന്നത്. പിന്നെ ഞാൻ ഈ ആക്സസിബിലിറ്റിയെക്കുറിച്ചും ആർക്കൊക്കെ ഇത് ആക്സസിബിൾ ആണ്. ഇപ്പോൾ റയീസ് ഈ സന്ദർഭത്തിൽ പരാമർശിക്കേണ്ട ഒരു പേരാണ് റയീസ് ഹിദായ. റയീസ് ഹിദായ ഇടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ഇടും, പള്ളിയിൽ പോകാൻ ശ്രമിച്ചു. അപ്പോൾ റയീസ് ഹിദായ എന്താ വീൽ ചെയർ യൂസർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഡിസേബിൾഡ് ആയിട്ടുള്ള. അപ്പോൾ റയീസ് എന്നാൽ വളരെ സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള പല മുന്നേറ്റങ്ങളിലുള്ള ഡിസബിലിറ്റി മൂവ്മെൻറ്റുകളിലും ആക്റ്റീവാണ്. അതുപോലെ തന്നെ അല്ലാത്ത സോഷ്യൽ മൂവ്മെൻറ്റുകളിലൊക്കെ വളരെ പങ്കുവയ്ക്കുന്ന നമ്മളെ കമാലിൻ്റെയൊക്കെ സുഹൃത്താണ്. അങ്ങനെ അപ്പോൾ റയീസ് ഹിദായ ഇങ്ങനെ ഇടയ്ക്ക് പോസ്റ്റ് ഇടും, എന്തുകൊണ്ട് ഇവിടെ ഒരു റാമ്പ് ഇല്ല, പള്ളിയിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളെ വേറൊരു നിലയ്ക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ശബരി കമാൽക്ക ആണ് ഇവരെ ഈ ഒരു ഇതിലേക്ക് എന്നെ പരിചയപ്പെടുത്തുന്നത്. ഈ ഓപ്പൺ സൊസൈറ്റി ഒക്കെ ഉണ്ടായ സമയത്ത് ഉണ്ടായ ഡിസേബിലിറ്റിനെ കുറിച്ചിട്ടും ശബരി ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെ പരിചയപ്പെടുത്തുന്നത്. മൂപ്പരാണ് ഡിസേബിലിറ്റി ഫെസ്റ്റിവൽ ഉണ്ടായില്ലേ കോഴിക്കോട് കഴിഞ്ഞ വർഷമല്ലേ? അപ്പോൾ ഇങ്ങനെ ഡിസബിലിറ്റി ഡിസ്കോഴ്സാണ് വേറൊരു നിലക്ക് ആക്സസിബിലിറ്റിയെ കുറിച്ച് മാറി ചിന്തിക്കാനും എന്തുകൊണ്ട് അത് പ്രധാനമാവുന്നു എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റ് ആണല്ലോ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. അതല്ലാതെ ഇതിലൊരു ക്ലാസ് ആസ്പെക്റ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത് ചിന്തിക്കുന്നു. ഹോംലെസ്നെസ്സിനെ കുറിച്ചൊന്നും നമ്മളെ നാട്ടിൽ അങ്ങനെ ചർച്ച തന്നെ ഇല്ല. ഇവിടെയൊക്കെ പിന്നെയും അതൊരു സോഷ്യൽ പ്രോബ്ലം എന്നുള്ള നിലക്ക് അഡ്രസ്സ് ചെയ്യാനെങ്കിലും ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനെങ്ങനെ ഡീല് ചെയ്യണം എന്നുള്ള നിലക്കൊക്കെ നോക്കാറുണ്ട്. അതിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ സിറ്റിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ നോക്കുന്നത്. ബേസിക്കലി അർബൻ പ്ലാനിങ്, അതിലുള്ള സോഷ്യൽ ആന്ത്രപ്പോളജിക്കൽ ആസ്പെക്റ്റുകൾ. ഓക്കെ, അപ്പോൾ പുതിയൊരു സിറ്റിയിലേക്ക് കടന്നു എന്ന് വെക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം നോട്ടീസ് ചെയ്യുന്നത്? ആർക്കിടെക്ചർ വൈസ് ഏത് തരം ആർക്കിടെക്ചറുകളാണ് ആദ്യം കണ്ണിലേക്ക് എത്തുന്നത്? അങ്ങനെ എൻ്റെ നോട്ടങ്ങൾ ഒരു ആർക്കിടെക്റ്റിൻ്റെ നോട്ടം പോലെ ട്രെയിൻഡ് ആണെന്നൊന്നും ഞാൻ പറയില്ല. അത് അവർക്കാണ് പറ്റുള്ളൂ. ഞാൻ കുറച്ചുകൂടി നമ്മൾ കേട്ടിട്ടും വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് നമുക്ക് ഇതിനകത്തുള്ളത്. വിഷ്വൽ ആന്ത്രോപോളജി ആണല്ലോ. പക്ഷെ അങ്ങനെ ഒരു നോട്ടം എന്ന് പറയാൻ എന്താ, ഇപ്പോൾ ഒരു സിറ്റിയിലേക്ക് എല്ലാണെങ്കിൽ ഇവിടുത്തെ മൊത്തത്തിൽ വൃത്തി ഉണ്ടോ നോക്കും. ഈ വൃത്തി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒരു കണക്കിന് വളരെ സെഗ്രിഗേറ്റഡും ആയിരിക്കും. ഭയങ്കര എന്താ ഒരു അപ്പർ ക്ലാസ് നെയ്ബർഹുഡുകളൊക്കെ ആയിരിക്കും. അപ്പം എന്തുകൊണ്ട് അവിടെ മാത്രം അങ്ങനെ ആവുന്നു? ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോയ സമയത്ത് ജമാഅത്തിൻ്റെ ആ പരിസരങ്ങളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ പറയും എൻ്റെ അടുത്ത്, വെറുതെ അല്ല മുസ്ലിം സമൂഹം നന്നാവാത്തത്,
ഇങ്ങനെയല്ലേ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അവർ ബൈ ചോയ്സ് അങ്ങനെ ആവുന്നുള്ള ഒരു സംഭവമാണല്ലോ. ഒരു വൃത്തിയില്ല, ഒരു ഇതില്ല, മൊത്തത്തിൽ ഒരു മെനയില്ലാതെ ജീവിക്കുന്നു എന്നുള്ള സമുദായം നന്നാവാത്ത ഇതുകൊണ്ടാണ് അധപ്പതനത്തെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയും. മുഗളന്മാരുടെ പിന്മുറക്കാരിപ്പോൾ ജുമാ മസ്ജിദിന്റെ പടികളിൽ ഭിക്ഷ യാചിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു സാധനം നമ്മളെ സമരമൊക്കെ പറഞ്ഞത്. പക്ഷെ ഇതിനൊരു സിസ്റ്റമിക് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്നും ഇത് ഇവിടുത്തെ ഗവൺമെന്റും അതുപോലെ തന്നെ ബാക്കി പല ഫാക്ടേഴ്സും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളതും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാറില്ല. ഞാൻ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ ആണ് ആദ്യം നോട്ടീസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളത് ഞാൻ കാര്യമായിട്ട് ആലോചിക്കും. അല്ലാതെ സ്പേസുകൾ അല്ലെങ്കിൽ ബിൽഡിങ്സിനെ എനിക്കങ്ങനെ വല്ലാണ്ട് നോക്കിക്കാണാനൊന്നും അറിയില്ല. പക്ഷെ ഓക്കെ, ഇപ്പോൾ ഭയങ്കര അൺബെയറബിൾ ആയിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഒരു ഗ്രാൻഡ്യൂർ മാത്രം നോക്കിയിട്ട് ഭയങ്കര വലുതാക്കി പറയും, അതിനകത്ത് ഫുള്ള് ഗ്ലാസും സ്റ്റീലും ആയിരിക്കും. അപ്പം നമുക്കറിയാം ഇത് സമ്മറിൽ ഇവിടെ കിടന്ന് ചുട്ടു പഴുക്കും. അപ്പം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്. പക്ഷെ യൂറോപ്പിൽ കുറച്ചുകൂടി ഗ്ലാസ് ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ഓക്കെ ആണ്. നേരത്തെ റാഷിദിന്റെ കാര്യം പറഞ്ഞാൽ റാഷിദ് ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്നത്, റാഷിദ് കുറച്ചുകൂടി നോക്കുന്ന ഈ ഗോതിക് ആർക്കിടെക്ചർ അല്ലെങ്കിൽ റിനൈസൻസ് ബിൽഡിങ്ങുകൾ, കട്ടകൾ. അതുപോലെ സഫാപ്പി ഇതേപോലെ ഭയങ്കര ഒബ്സർവ് ചെയ്യുന്ന, പുതിയ സിറ്റിയിൽ പോയ ആള് മുമ്പ് കണ്ട സിറ്റികളിൽ നിന്ന് എന്തൊക്കെയാണ് വ്യത്യാസം എന്നൊക്കെ കൃത്യമായിട്ട് നോക്കി അതടക്കി ടോപ്പോഗ്രഫി എന്നുള്ള വാക്കൊക്കെ കുറച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ ഞാൻ അങ്ങനെ കളിയാക്കി വിടാറുണ്ട്. അതില് ഈ കുറെ സാധനങ്ങൾ ഇപ്പൊ മഞ്ഞ വെളിച്ചം എന്നൊക്കെ പറയും. ഈ സിറ്റികൾ നിയോൺ ലൈറ്റ്സും ആയിട്ടുള്ളൊരു ബന്ധമുണ്ട്. രാത്രികളിലെ സിറ്റികളുടെ ഒരു ഭംഗി അതൊക്കെ അവളിങ്ങനെ ഇടക്ക്. അത് മുംബൈയിലെ മറീന ബീച്ച് ഉള്ളത് മുംബൈയിലും ഇല്ലേ മറീന? അവിടെ ഉള്ള സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം LED ആക്കിയപ്പോൾ അതിന്റെ ഭംഗി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആർട്ടിക്കിളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട്. എന്നിട്ട് അവർ റിപ്ലേസ് ചെയ്തു മഞ്ഞ LED. അപ്പൊ ആ മഞ്ഞ മഞ്ഞപ്പ് തിരിച്ചോണ്ടിരാന്നുള്ള ഒരു കണക്കിന് വാം ലൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളെയും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഭയങ്കര ബ്രൈറ്റും എന്താ പറയാ ഈ ഇതുണ്ടല്ലോ കൂളായിട്ടുള്ള ലൈറ്റ് ഉണ്ടല്ലോ, അത് പലപ്പോഴും നമ്മളെ അവയർനെസ്സിനെ ഇങ്ങനെ നിലനിർത്തുന്ന ഒരു സാധനമാണ്. ഓവർ എക്സ്പോഷർ ഉണ്ടാകുന്നില്ലേ ഇവിടെ വന്നതിന് ശേഷമല്ലേ ഈ റൂമിലൊക്കെ വാം ലൈറ്റ് വീണ്ടും. ആദ്യം എനിക്കത് ഭയങ്കര സ്ലീപ്പി ആയിരുന്നു. അതിനാണത് നമ്മളെ ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു പണിയെടുക്കാനുള്ള ഒരു മൂടതില്ല. അതെ, ഒരു ലേറ്റ് ബാക്കും അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീല് ബോഡിക്ക് വർക്ക് ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു സാധനം. അതിനുവേണ്ടിയാണ് അവിടെ വാം ലൈറ്റുകൾ വരുന്നത്. ഇവിടെ ഇൻഡോറിൽ വാം ലൈറ്റ് ആണ്. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ വന്നപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഞാൻ അത് വല്ലാണ്ട് ശ്രദ്ധിക്കാനൊന്നും നിന്നില്ല. ഞാൻ ഉള്ള ലൈറ്റ് തന്നെ അങ്ങനെ വെച്ചിട്ടാണ് താമസിച്ചത്. അപ്പോൾ എൻ്റെ അതേ വീഗയിലേക്കാണ് തൗഫീഖ് ആദ്യം വരുന്നത്. തൗഫീഖ് വന്ന ഉടനെ ചെയ്യുന്ന പരിപാടി, ഇവിടെ ഫുള്ള് മഞ്ഞ ലൈറ്റ് ആണല്ലോ. ശരി, എന്നിട്ട് ഓർഡർ ചെയ്ത് ആമസോണിൽ ഓർഡർ ചെയ്ത് വെള്ള ലൈറ്റ്, നല്ല വൈറ്റ് ലൈറ്റ് ഒക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ മാറ്റി ഫിറ്റ് ചെയ്ത് എന്നിട്ട് ഞാനും മാറ്റി. പിന്നെ ഞാനും മാറ്റിയപ്പോ ഒരു വൈബ് തോന്നി. പക്ഷെ അതാണ് വാം ലൈറ്റിന്റെ ഒരു ലോജിക്ക്. വായിക്കാൻ അങ്ങനെ പിന്നെ ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്നപ്പം ആദ്യം ചെയ്തൊരു പരിപാടി ഇതാണ്, എല്ലാ ബെഡ്റൂമിലെയും വാം ലൈറ്റ് ആക്കി, വാം ട്യൂബ് ആക്കി. ഞാന് സന്തോഷ് ജോർജോളം ഇങ്ങനെ കുറ്റം പറയാ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ട്യൂബയുടെ ചെന്നിട്ട് ഈ ഇലക്ട്രിക് ഷോപ്പിൽ ചെന്നിട്ട് വാം ട്യൂബ് വേണം മോനെ, നമുക്ക് വെള്ള ട്യൂബാണ് നല്ലത്. അതല്ല പരിപാടി, ഇത് വാം ട്യൂബുകൾ വേണം. ഒരു മഞ്ഞ ഷീറ്റ് വാങ്ങിയില്ല ഒട്ടിച്ചൊന്നും പറഞ്ഞെടുത്തത്. അതൊരു 10-15 സ്റ്റോക്കൊക്കെ എല്ലാം മാറ്റിട്ടാ. എന്റെ റൂമിൽ, എന്റെ അനിയന്റെ റൂമിലെ മാറ്റി, വാപ്പാന്റെ റൂമിൽ മാറ്റി, അമ്മയുടെ റൂമിൽ മാറ്റി, ഉമ്മയുടെ റൂമിൽ മാറ്റാൻ തന്നപ്പോ ഉമ്മ വേണ്ട എനിക്ക് ഖുറാനോ എന്തെങ്കിലും സാധനം കിട്ടി കഴിഞ്ഞത് ഉമ്മയുടെ റൂമിൽ മാത്രം ഇത് മഞ്ഞല്ല വെള്ള ലൈറ്റ്. നിന്റെ പരിപാടി സെലക്ടോൾ കൊടുത്തിട്ട് അപ്ലൈ അടിക്കുന്ന പരിപാടി ഉണ്ട്. എന്തെങ്കിലും ഒരു ഡിഷ് കിട്ടിയാൽ അതൊരു 2 ആഴ്ചത്തേക്ക് ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കുക. സാധനങ്ങളൊക്കെ പുറത്തെത്തിക്കണം. ആയിക്കോട്ടെ, ഇനിയിപ്പോ അടുത്ത ആഴ്ചത്തേക്കുള്ള ഉണ്ടാക്കിയിട്ടുണ്ട്, ശനിയാഴ്ച ഉണ്ടാക്കി. പുരാതനമായ കറികൾ ആർക്കൈവിൽ നിന്ന് എടുക്കുന്ന ആർക്കൈവ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സിറ്റിൻ്റെ പരിപാടി. പക്ഷേ
അങ്ങനെയാണ് ഞാൻ പിന്നെ ബെഞ്ച് ഓക്കെ. എന്നിട്ട് പിന്നെ ബെഞ്ചുകൾ ഇങ്ങനെ വളരെ ഒബ്സസ്ഡ് ആയിട്ട് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എവിടെ പോയാലും ബെഞ്ച് നോക്കുക, ബെഞ്ചിന് ഇവാലുവേറ്റ് ചെയ്യുക, അങ്ങനെ കുറേ വർക്കുകളും കുറേ നിരീക്ഷണങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. അത് പിന്നെ ഒരു അവസരത്തിൽ ഇപ്പോൾ ഷെയർ ചെയ്യാം അല്ലേ. എന്നുവെച്ചാൽ ഇപ്പം ബെഞ്ചുകളുടെ കാര്യത്തിൽ അതെന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്, അതിൻ്റെ ഒരു ലൊക്കേഷൻ, അതുപോലെ തന്നെ അത് ആർക്കൊക്കെ ആക്സസിബിൾ ആണ് എന്നുള്ളതൊക്കെ പ്രധാനമാണ്. പിന്നെ അതിൻ്റെ ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു ആൻറ്റി ഹോംലെസ് ഡിസൈൻ അതിനുണ്ടോ. ഇപ്പോൾ നമ്മൾ ഈ സീറ്റിങ്ങുകളിൽ കൈവരികൾ വയ്ക്കൂലേ, കൈവരികളും ബാക്ക് റെസ്റ്റൊക്കെ വയ്ക്കും. അപ്പോൾ നമ്മൾ നല്ല ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് എന്നുവെച്ചാൽ ഇരിക്കാനുള്ള സെറ്റപ്പാണല്ലോ ഇങ്ങനെ കൈയിട്ടിട്ട്. പക്ഷേ തത്വത്തിൽ ആ കൈവരികൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചാൽ, കൈവരി എന്നല്ല അതിന് പറയാം, ഇടയിൽ വെക്കണം. അത് ഹാൻഡ് റെസ്റ്റ്, സോറി അത് ഹാൻഡ് റെയിൽ അല്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൈ വയ്ക്കാം, ഇങ്ങനെ ഇരിക്കാമല്ലോ. പക്ഷേ അത് ഒരർത്ഥത്തിൽ ഇങ്ങനെ കിടന്ന് വിശ്രമിക്കുന്നതിനെ തടയുന്നുണ്ട്. പക്ഷെ അങ്ങനെ കിടക്കുമ്പോൾ ഒരു 3 പേർക്ക് എക്സ്ട്രാ ഇരിക്കാനുള്ള സ്ഥലം ഒരാൾക്ക്, അതാണ് വിഷയം. അപ്പോൾ ഇത് ബേസിക്കലി ചോദ്യം വരുന്നത്, ഇത് പരമാവധി കംഫർട്ട് എന്നുള്ളതാണോ, അതിനപ്പുറത്തേക്ക് മാക്സിമം യൂസ് കേസ് ആണോ ഇതിൻ്റെ മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അത് എല്ലാവരും രണ്ടാമതല്ലേ നമ്മൾ കൊടുക്കണം. ഏത് ആളുകൾ കുറച്ചധികം ആളുകൾക്ക് ഇരിക്കാനെങ്കിലും പറ്റുക ഒരാൾക്ക് കിടക്കാൻ പറ്റുന്നതിനേക്കാൾ. കമോൺ, ഇപ്പൊ ഇതിലും 3 ആൾക്ക് ഇരിക്കാലോ, ഇതിൽ 3 ആൾക്ക് ഇരിക്കാം. ഹാൻഡ് റെസ്റ്റ് ഇല്ലെങ്കിൽ 3 ആൾക്ക് ഇരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട്, എന്ത്, കിടക്കാനും പറ്റും. ഇപ്പൊ ബാസിൽ ഇസ്ലാം കിടക്കാൻ തീരുമാനിച്ചാൽ റമീസുദ്ദീൻ അവിടെ വന്നിരിക്കാൻ പറ്റൂല. അതാരാണോ ആദ്യം വരുന്നത് അവര് അത് ആക്സസ് ചെയ്യുന്നു. പബ്ലിക് സ്പേസ് അല്ലേ, അതിൽ പ്രശ്നമില്ലേ. ആദ്യം വരുന്ന ആൾക്ക് കിട്ടും, പിന്നെ വരുന്ന ആൾക്ക് കിട്ടും. അതല്ല വിഷയം. ഇത് പബ്ലിക്കില് നീതിയാണ് ബ്രോ. പബ്ലിക്കില് നമ്മളെ ബിഹേവിയറിനെ ഡിസിപ്ലിൻ ചെയ്യാന്ന് പറയുന്നത് ആരുടെ താല്പര്യമാണ്? ബിഹേവിയർ ഡിസിപ്ലിൻ അല്ല, ഒരു അഡ്മിനിസ്ട്രേറ്റീവ്, അത് ബിഹേവിയർ അല്ലേ. ഒരു പോപ്പുലേഷനെ സെർവ് ചെയ്യേണ്ട ഒരു സാധനമുള്ളത്. അപ്പം അത് എത്ര പേർക്ക് മാക്സിമം സെർവ് ചെയ്യാൻ പറ്റും എന്നല്ല. അങ്ങനെയല്ല, എല്ലാവർക്കും സെർവ് ചെയ്യാൻ പറ്റണം. എല്ലാവരെയും അത് സെർവ് ചെയ്യുന്നതാവണം. അതിൽ എനിക്കിരിക്കാനും പറ്റണം, വേറൊരാൾക്ക് വന്നാൽ കിടക്കാനും പറ്റണം. അങ്ങനെ ഒരു കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ള കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡിസൈനിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല, പക്ഷെ എനിക്കൊരു മെന്റാലിറ്റി ഉണ്ട്, ഞാനിവിടെ കിടക്കും, വേറെ ആരും ഇരിക്കണ്ട. ആ മെന്റാലിറ്റി ഉള്ള ഞാനിവിടെ വന്നിരുന്നാൽ അവിടെ 24 മണിക്കൂർ ഒരാൾ കിടക്കുന്നതിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്. 4 മണിക്കൂറല്ല, ഒരു രാത്രി ഉണ്ടെങ്കിൽ വേറെ കുറച്ച് പാതിരാത്രി കിടക്കാൻ ഒരു ഇടമില്ലാത്ത ഒരാള് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് നോക്കുന്നു. തറയിൽ കിടന്ന വിറങ്ങലിച്ച് മരിക്കും എന്നുള്ള ഒരാൾക്ക് ഇങ്ങനെ കിടക്കുന്നതിന് ഒരു സ്പേസ് ഉണ്ടാവണ്ടേ? ഹോംലെസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് എല്ലാത്തിനും ഡീൽ ചെയ്യാൻ പറ്റില്ല. അതാണ് ചോദ്യം. ഈ ഹോംലെസ്നെസ്സിന് ഇറാഡിക്കേറ്റ് ചെയ്യേണ്ടത് അവർക്ക് ജോലി കൊടുത്താൽ, അവർക്ക് വീട് കൊടുത്താൽ അതിന് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? അതോ അതിന് പോസിബിൾ ആക്കുന്ന ഒരു എക്കണോമിക് കണ്ടീഷൻ ഉണ്ട്, അതിന് അവരെ ഫോഴ്സ് ചെയ്യുന്ന ഒരു എക്കണോമിക് കണ്ടീഷൻ ഉണ്ട്. അതിന് ഇപ്പോൾ ചിലപ്പോൾ പാവപ്പെട്ടവരൊന്നും ആയിരിക്കില്ല, പക്ഷേ അവരുടെ വീട്, അവർക്ക് ഹോമിനോടുള്ള റിലേഷൻഷിപ്പ് വേറെ നിലക്കായിരിക്കും. അത് ഫാമിലി എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് അവർ പുറത്തേക്ക് വരുന്നവരുണ്ടാവാം. അങ്ങനെ പല നിലക്കുണ്ടല്ലോ. അപ്പം ഹോംലെസ്നെസ്സിന് ഇറാഡിക്കേറ്റ് ചെയ്യുക, എല്ലാ ഹോംലെസ് ആയിട്ടുള്ള ആളുകളെയും കയറ്റി ഒരു സ്ഥലത്ത് പാർപ്പിച്ചാൽ അതോടുകൂടി പ്രശ്നം പാർപ്പിക്കുകയല്ല, അത് നമ്മളെ മാഷ്മൂലൻ വെഗ് പോലെ ഉള്ള അവസ്ഥയായി പോകും. അതല്ല എന്ന് തന്നെയാണ് ഞാൻ. അതല്ലാതെ നീ പറയുന്ന സൊല്യൂഷൻ ഈ പറയുന്ന ആർക്കിടെക്ചറൽ ഡിഫറൻസ് വരുത്തിയാൽ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമോ? കുറച്ചെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ തണുപ്പത്ത് അക്കോമഡേറ്റ് ചെയ്യാ, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ മറ്റേ സൈഡ് എങ്ങനെ നമുക്ക് രാവിലെ ഒന്നവിടെ ഇരുന്ന് ഇപ്പോൾ ഗോട്ടിങ്ങിന്റെ മേയറാണ്, നിനക്ക് നിന്റെ ഏരിയയിൽ ഒരു 3 ലക്ഷം പേര് താമസിക്കുന്ന ഒരു സിറ്റിയുടെ മേയർ എന്നുള്ള നിലക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു പാർക്കിൽ ഇരിക്കണം, അല്ലെങ്കിൽ അവർക്ക് നടക്കാനുള്ള വഴി ഉണ്ടാവണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൺസേൺ ഉണ്ടാവുമല്ലോ. ചിൽഡ്രൻസിന് പ്ലേ ചെയ്യാനുള്ള, കുട്ടികൾക്ക് സേഫ് ആയിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാവണം. അപ്പോൾ കുട്ടികൾ പ്ലേ ചെയ്യുന്ന ഒരു പാർക്കിൽ ഇരിക്കാൻ ഒരു 10 ബെഞ്ച് ഉണ്ടാക്കുന്നു. ആ ബെഞ്ച് എങ്ങനെ ഉണ്ടാക്കും? കുറച്ച് കംഫർട്ടായിട്ടൊന്ന് ചാരി ഇരിക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ച് ചാരി ഇരിക്കാനുള്ള ബെഞ്ച് ഉണ്ടാക്കുമോ,
അല്ലെങ്കിൽ ഞാൻ ഈ കംഫർട്ടിന്റെ കാര്യം പറയുമ്പോഴേ ഒരു കോമഡി എന്ന് വെച്ചാല് ഒരു ബെഞ്ചിന്റെ ഡിസൈൻ ഉണ്ട്. അതെന്ന് വെച്ചാല് ഓൾറെഡി ഇങ്ങനെ കൈ വെക്കാനുള്ള ഇതൊക്കെ ഉണ്ട്, ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ നിലക്ക് ഇരിക്കാൻ മാത്രമേ അത് പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു പരിപാടി കൂടെ അവർ ചെയ്ത് എന്ന് വെച്ചാൽ ബെഞ്ചിൻ്റെ നടുക്ക് വെച്ച് ഇങ്ങനെ കീറിയിട്ട് ഈ ഭാഗത്ത് ബെഞ്ചില്ല, എന്നിട്ട് അവിടെ എന്താ പരിപാടി എന്ന് അറിയാം, വീൽ ചെയറിന് ആക്സസ് ചെയ്യാൻ. അപ്പോൾ വീൽ ചെയർ യൂസർക്ക് ഇപ്പുറത്തെ ഒരാളും ബെഞ്ചിലിരുന്നാൽ അവർക്ക് നടുക്ക് ഇങ്ങനെ വീൽ ചെയർ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അവരൊപ്പം ഇരിക്കാന്നുള്ളതാണത്. ഭയങ്കര ഇൻക്ലൂസീവ് ഡിസൈൻ അല്ലേ? വീൽ ചെയർ വാങ്ങേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ. അതല്ല, ആലോചിച്ചു കോമഡി ഇൻക്ലൂസീവ് ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന അക്രമങ്ങളെ. പക്ഷെ ഇവിടെ ഒരാൾക്ക് സൈഡിൽ വീൽ ചെയർ പാർക്ക് ചെയ്തിരിക്കാലോ. മനസ്സിലായി. ഈ ബെഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവത്തെ മ്യൂട്ടിലേറ്റ് ചെയ്തുകൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു ഇൻക്ലൂസീവ് തന്നെ ഇരിക്കണമെന്ന് വാശിയുള്ളൊരു അല്ല, അത് ആർക്കും വാശി ഉണ്ടായിട്ടൊന്നല്ല. ഇത് ബൈ ഡിസൈൻ അതിനെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു മുഖംമൂടി ഇടാണ്. ഇത് ആക്സസിബിലിറ്റിയുടെ വിഷയമാണ് എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര എന്താ പറയുക, ഒരു ഡിസബിലിറ്റി വാഷ്, പിങ്ക് വാഷിംഗ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണത്. പ്രോഗ്രസീവ് ലാംഗ്വേജിലൂടെ ഈ മറ്റേ ഇങ്ങനെ പറയുന്ന മാതിരി ഭിന്ന ശേഷി അല്ലെങ്കിൽ ഇതിനിങ്ങനെ പറയുമല്ലോ, ടെർമിനോളജികളുടെ യൂസുകൾ വേറെ അതല്ല. പക്ഷെ അങ്ങനെ ഒരു കോമഡികളൊക്കെ ഉണ്ട്. അപ്പം കംഫർട്ട് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഒരു സിറ്റിയിൽ പങ്കാളികളായിട്ടുള്ള സിറ്റിസൺസ് ആയിട്ടുള്ള, സിറ്റിസൺ ആരാണെന്നുള്ള ചോദ്യം അപ്പോൾ വരുന്നു, ആരാണ് സിറ്റിസൺ എന്നാണ്. അപ്പം അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സിറ്റിയിൽ ജീവിക്കുന്ന, അവിടെ ലേബർ എടുക്കുന്ന, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന, അവിടെ ഉറങ്ങുന്ന, അവിടെ നടന്നു പോകുന്ന, അല്ലെങ്കിൽ എന്താ വീൽ ചെയറിൽ പോകുന്ന, അങ്ങനെ എന്തൊരായാലും അവർക്കൊക്കെ ഒരു സിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ആക്സസിബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും അപ്പോൾ ഹോംലെസ് ആയിട്ടുള്ള ഒരാൾക്കും ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്കും അത് ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവർക്കും ആക്സസിബിൾ ആയിരിക്കണം, അവർക്കും കംഫർട്ടബിൾ ആയിരിക്കണം. ഒരു വ്യക്തിയുടെ പരമാവധി ഉപയോഗങ്ങളെ അക്കോമഡേറ്റ് ചെയ്യലാണോ, ഓരോ വ്യക്തിയുടെയും മിനിമം റിക്വയർമെന്റിനെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണോ യഥാർത്ഥത്തിൽ പബ്ലിക് പോളിസി സോഷ്യൽ ജസ്റ്റിസ് പോഡ്കാസ്റ്റിൽ നമ്മൾ അതിനുള്ള പക്ഷേ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സിറ്റികളെ ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള വേറൊരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ 5 minute cities എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒരാൾ ജീവിക്കുന്ന താമസ സ്ഥലത്തിൻ്റെ 5 minute ചുറ്റളവിൽ അയാൾക്ക് വേണ്ട ബേസിക് നെസസിറ്റീസ് ഉണ്ടാവുക, ഒരു ഷോപ്പിംഗ് സെൻറ്റർ, വിദ്യാഭ്യാസ സ്ഥാപനം, ഹെൽത്ത് കെയർ സെൻറ്റർ ഒക്കെ ഉണ്ടാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന സിറ്റികൾ കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആവും എന്നുള്ള ഒരു ഐഡിയ വളരെ പ്രവലൻ്റ് ആണ്. എന്ന് വെച്ചാൽ എല്ലാം അങ്ങനെ തന്നെ അല്ലേ? എങ്ങനെ? അതായത് ഇപ്പോൾ എക്കണോമിക് ഡിസ്ട്രിക്റ്റ് വേറെ, ഹെൽത്ത് കെയർ ഡിസ്ട്രിക്റ്റ് വേറെ, അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു ഡിസൈനും അത് വലിയ മെഗാ പ്രൊജക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. അത് വളരെ സസ്റ്റൈനബിൾ അല്ലാത്ത രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അത് ഒരുപാട് വേസ്റ്റ് പ്രൊഡ്യൂസ് അപ്പോൾ ഉണ്ടാവുന്ന എനർജി കൺസംഷൻ, അപ്പോൾ ഉണ്ടാവുന്ന ഒരു ലിവബിലിറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നിലക്ക് 5 minute cities എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ആയിട്ട് തന്നെ ഡെവലപ്പ് ആവുകയും പ്ലാനേഴ്സും ആർക്കിടെക്ട്സ് ഒക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നൊരു മാനദണ്ഡം വെക്കുന്നതെന്ന് പറയുന്നത് ജർമ്മനിയിലെ സിറ്റികൾ അങ്ങനെയാണോ? എനിക്ക് അങ്ങനെ ചോദിച്ചാൽ ജർമ്മനിയിൽ പൊതുവെ ഒരു സിറ്റി എടുത്താൽ നമുക്ക് കുറേ സാധനങ്ങളുണ്ടാവും, ഒരു ചർച്ച് ഉണ്ടാവും, ഒരു പാലുണ്ടാവും, ഒരു ഹോബാനഫ് സാധനങ്ങളുണ്ടാവും. പക്ഷേ കുറച്ചുകൂടി സെൻട്രലൈസ്ഡ് ആണ് ജർമ്മനിയിലെ സിറ്റികൾ. ഗോട്ടിങ്ങ വളരെ അത് ചെറിയ സിറ്റി ആവുന്നതിന്റെ ഒരു ഗുണം കൂടിയുണ്ട്. അതെ, ബെർലിനൊക്കെ ഉള്ള ഒരു വിഷയം ഉണ്ടല്ലോ, ഒരു സ്ഥലത്തേക്ക് ഒരു ആവശ്യത്തിനായിട്ട് പോകണമെങ്കിൽ ഉള്ള ഒരു മണിക്കൂറൊക്കെ, എന്നാൽ നിങ്ങൾ ദൂരം ട്രാവൽ ചെയ്യുന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരു ലൂപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ള വലിയൊരു പ്രശ്നം ഉണ്ടല്ലോ. അതെ, ബാംഗ്ലൂർ ട്രാഫിക് ഒക്കെ നൊട്ടോറിയസ് ആവുന്നത് അതുകൊണ്ട് കൂടിയാണ്. എല്ലാവർക്കും റോഡിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം വരുന്നത് അത് ഡിസൈൻ ചെയ്യപ്പെട്ടതിൻ്റെ ഒരു വിഷയം കൊണ്ട് കൂടിയാണ്, അല്ലാതെ അവിടെ വാഹനങ്ങൾ കൂടുതൽ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല. ഒരാൾ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ, സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ ഇതുണ്ടാവുക, അയാൾക്ക് ജോലി സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും അടുത്തുണ്ടാവുക. അതേപോലെ
പബ്ലിക് ട്രാൻസ്പോർട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഞാനിവിടെ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ആളുകൾ പറഞ്ഞു ഇപ്പോൾ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് അത്രയും ഉണ്ട്, നമുക്ക് ആക്സസിബിൾ ആണ് എന്നുള്ള നിലയ്ക്ക്. പക്ഷേ എല്ലാ പോരായ്മകളും ഒഴിച്ചു നിർത്തിക്കൊണ്ട് ആലോചിച്ചാൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് അത്രയും കുറച്ചുകൂടി റോബസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കമ്പയർഡ് ടു അമേരിക്ക. എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ കുറച്ചുകൂടി അമേരിക്കയിൽ കാറില്ലാതെ പരിപാടി. അമേരിക്ക ഡിസൈൻ ചെയ്യപ്പെട്ട തന്നെ ഇപ്പോൾ ന്യൂയോർക്ക് ആയാലും അങ്ങനെയുള്ള വലിയ വലിയ സിറ്റികളൊക്കെ ഹൈവേക്ക് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്യപ്പെട്ടത് തന്നെ. അതിൻ്റേതായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് ഇപ്പോഴും ആ സിറ്റി പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലായാലും അവിടുത്തെ സിറ്റിസൺസ് അവിടുത്തെ ആളുകളായാലും സിറ്റികളിൽ താമസിക്കുന്ന ആളുകളായാലും ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള കമ്മ്യൂണിറ്റികളായാലും ഒക്കെ ഭയങ്കര ഹൈവേ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡിസൈനായിരുന്നു. അല്ലാത്ത ആളുകൾ വലിയ ന്യൂയോർക്ക് പോലെയുള്ള സ്ഥലങ്ങളിലുള്ള എൻക്ലേവുകളിലേക്ക് ഒതുങ്ങും അല്ലെ, ഒരു ഏഷ്യക്കാർ മാത്രം താമസിക്കുന്ന പല എത്നിക്. അതൊക്കെ പിന്നെ അതിന്റെ ഉള്ളിൽ അവരുണ്ടാക്കുന്ന നെഗോസിയേഷൻസും ടാക്ടിക്സും ആണ്. പോകാൻ പറ്റിയ ജീവിതം നടക്കും എന്നല്ലാതെ വലിയൊരു ഇതിലേക്ക് സ്റ്റൈലിലേക്ക് മാറില്ല അത്. ശരിയാണ്. അപ്പോൾ അതാണ് ആക്സസിബിലിറ്റി ആണ് സിറ്റി ഡിസൈനിലൊരു ഏറ്റവും ഒരു മനുഷ്യൻ്റെ ബേസിക് നെസസിറ്റീസ് നടന്നെത്തുന്ന ദൂരത്ത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നല്ലൊരു ട്രാഫിക് സംവിധാനം. അങ്ങനെ ഒറ്റ പോയിന്റിലേക്ക് ഒതുക്കാനും പറ്റില്ല, പല ആസ്പെക്റ്റുകളുണ്ട്. അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിൽട്ടർ എന്ന് പറയുന്നത് പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള സിറ്റി ആയിരിക്കും എന്നുള്ളൊരു, അതും ഒരർത്ഥത്തിൽ ഒരു അബ്സല്യൂട്ട് വാദമാണ്. എന്നാലും നോക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി സ്വന്തം നിലക്ക് നാവിഗേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് പോയി വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ കളിസ്ഥലങ്ങളിലോ പോയി തിരിച്ചു വരാൻ പറ്റുക എന്ന് പറയുന്ന ഒരു സെൻസ് ഓഫ് സേഫ്റ്റി, അതുപോലെ തന്നെ ഒരു ഈസബിലിറ്റി ഉണ്ടല്ലോ. കുട്ടികൾ എന്ന് പറയുന്ന സ്പേസിനെ നാവിഗേറ്റ് ചെയ്യുന്നത് വളരെ ഏർലി സ്റ്റേജിൽ സ്പേസിനെ നാവിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് പോയി വരാൻ പറ്റിയ അല്ലെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള സിറ്റികൾ എന്ന് പറയുന്നത് അത്രയും സേഫ് ആയിരിക്കും എന്നുള്ളതാണല്ലോ അടിസ്ഥാന തത്വം. അതെ. അപ്പോൾ അതിന് അങ്ങനെ ആ ഒരു മാനദണ്ഡം വെച്ച് ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ചൈൽഡ് സേഫ് ആയിട്ടുള്ള സിറ്റികൾ എന്നുള്ളതും ഒരു മാനദണ്ഡമാണ്. പിന്നെ നമ്മളങ്ങനെ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് പലപ്പോഴും ക്രിമിനൽ ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള നെയ്ബർഹുഡുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഗ്യാങ്ങുകൾ തിങ്ങി പാർക്കുന്ന ഇടങ്ങൾ ഒക്കെയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഓവർലുക്ക് ചെയ്യുന്ന കുറേ സ്ഥലങ്ങളുണ്ടാവും. ഇപ്പോൾ എംപ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ അല്ലെങ്കിൽ ഡിസൈനിലുള്ള ചില നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഓവർലുക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നടപ്പാക്കുന്നിടത്തോ പാളിച്ചകൾ വന്നിട്ട് നമ്മൾ അധികം നോക്കാത്ത സ്ഥലങ്ങൾ. അല്ലാതെ മനുഷ്യന്മാരെന്തോ കടിച്ചു തിന്നാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ എന്നതിനപ്പുറത്തേക്ക് ഈ സ്പേസുകൾ തന്നെ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആവുന്നുണ്ട് ആസ് സിറ്റീസ്. അപ്പം അതും ഒരു കാര്യമാണ്. അങ്ങനെ ഇതൊക്കെ കുറേയൊക്കെ ഫിഗറിങ് ഔട്ടാണ്. ഇതിപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ വരുന്നു, സൊല്യൂഷനുകൾ കണ്ടെത്തുന്നു, അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതിൽ വേറൊരു വിഷയം എന്താ വെച്ചാൽ ഈ ഡിസൈൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ അർബൻ പ്ലാനിങ് എന്നൊക്കെ പറയുന്നത് ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് മാക്സിമം ലീവബിലിറ്റിയും കംഫർട്ടും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല. മാർക്കറ്റ് കൺട്രോള്, സർവൈലൻസ് എന്നുള്ളതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ ഏറ്റവും ബേസിക് ആയി വേണ്ട പാലും മുട്ടയൊക്കെ കൊണ്ടുപോയി ഒരു സൂപ്പർ മാർക്കറ്റ് ഡിസൈൻ ഇപ്പോൾ ഈ മാളുകൾ ഡിസൈൻ ചെയ്യപ്പെടുന്നത് അവിടേക്ക് ഡേ ലൈറ്റ് കടുക്കാത്ത രീതിയിൽ ഡിസൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഐക്യ സ്റ്റോറിന്റെ ഉള്ളിൽ കയറിയാൽ പുറത്തിറങ്ങണമെങ്കിൽ നമ്മളിങ്ങനെ ആഗ്രഹിക്കും, പഠിച്ചോനെ അതിന്റെ ഇടയിൽ കുറെ സാധനങ്ങൾ കാണും. അപ്പൊ നമ്മുടെ ബജറ്റിൽ ഒക്കുന്നതാണോ എന്ന് നമ്മൾ നല്ലോണം നോക്കും. പിന്നെ അതിന്റെ ഉള്ളിൽ തന്നെ ഫുഡ് സെർവ് ചെയ്യുന്നതൊക്കെ അതിന്റെ ഉള്ളില് പിന്നെ ക്ലോക്കുകൾ ഉണ്ടാവില്ല, ഫീൽ ഫ്രീ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അതെ, പിന്നെ ഈ ടൈം ഡിനോട്ട് ചെയ്യുന്ന ഒന്നും ഉണ്ടാവില്ല. ഇത്ര ടൈംലെസ്നെസ് ഇതിന്റെ വലിയൊരു ഭാഗമാണ്. ഈ നോൺ പ്ലേസസ് എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ ഉണ്ട്, മാർക്ക് ഓഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളറിൻ്റെ ആണ്. അവർ പറയുന്നത് വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള സ്പേസുകൾ, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ, എയർപോർട്ടുകൾ, അങ്ങനെയുള്ളതൊക്കെ കൾച്ചറൽ സ്പെസിഫിസിറ്റീസിനെ സ്ട്രിപ്പ് ചെയ്തുകൊണ്ടുള്ള സ്പേസസ് ആണ്. എല്ലായിടത്തും എയർപോർട്ട് ഒരുപോലെ ആയിരിക്കും, ഏകദേശം ഒരുപോലെ ആയിരിക്കും. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അവര് പിന്നെ അതിൽ ഭയങ്കരമായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ല, അതിനപ്പുറത്തേക്ക്
ഏകദേശം അതിൻ്റെ ഒരു ആ സ്പേസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലും ഒരു നോമും ഉണ്ടാവും അതിന്. സൂപ്പർ മാർക്കറ്റ് എല്ലായിടത്തും ഉണ്ടാവുക റാക്കുകളും അവസാനം എത്തുന്ന ഒരു ബില്ലിംഗ് കൗണ്ടറും. അങ്ങനെയുള്ള നോൺ പ്ലേസസ് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റി എങ്ങനെ സ്ട്രിപ്പ് ചെയ്യുന്നു, അത് എങ്ങനെ ഈ പറയുന്ന പോലെ ഒരു വളരെ ഹോമോജനസ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഒരു എക്സ്പീരിയൻസ്, സ്പേഷ്യൽ എക്സ്പീരിയൻസ് അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവർ ഈ നോൺ പ്ലേസസ് എന്ന് പറയുന്ന ഐഡിയയിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പം അതിനെ എങ്ങനെ മറികടക്കുന്നു എന്നുള്ളിടത്ത് കൂടിയാണ് നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു പ്രസൻറ്റേഷൻ, ക്ലാസ് മീറ്റിംഗ് നടന്നു ഇങ്ങനെ ഓൺലൈനിൽ. അതിലൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. സെർഗെയ് എന്ന് പറഞ്ഞിട്ട് ആള് റഷ്യൻ അസൈലം സീക്കറായിട്ട് ഹ്യൂമാനിറ്റേറിയൻ വിസയിൽ ജർമ്മനിയിലെത്തുകയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജർമ്മനിയിൽ താമസിക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ റെഫ്യൂജീസ് വരുമ്പോൾ അവരാദ്യം താമസിപ്പിക്കുക കണ്ടെയ്നറുകൾ വെച്ചിട്ടുള്ള വീടുകളിലായിരിക്കും. കണ്ടെയ്നറുകളുടെ ഉള്ളിൽ ഓരോ റൂമുകളായിരിക്കും, ഓരോ ഹൗസിങ് യൂണിറ്റുകളായിട്ട്. അത് വളരെ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു നോൺ പ്ലേസ് ആണത്. തീരെ ബിലോങ്ങിനെസ്. അങ്ങനെയുള്ള അതെ അമേരിക്കയിലെ കുറേ സിനിമകളിൽ അങ്ങനെ കാണാം. നൊമാഡ് ലാൻഡിലുള്ളത് ഇതാണ് അത് കുറച്ചുകൂടി ഒരു കമ്മ്യൂണിറ്റി ഒക്കെ അതിൻ്റെ ഇതിലുണ്ടല്ലോ. പക്ഷെ ഇതിലെന്ന് വെച്ചാൽ ആ സ്പേസിനോട് ഒരർത്ഥത്തിലും ബിലോങ്ങിങ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ ടെമ്പററി ആയിട്ടുള്ള ലിംബോ ഒക്കെ കണ്ടിട്ടുണ്ടോ? ലിംബോ ഭയങ്കര സിനിമയാണ്. ലിംബോ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഐലൻഡിൽ ഇങ്ങനെ വരുന്ന റെഫ്യൂജീസിനെ പാർപ്പിച്ചേക്കുന്ന ഒരു ഇൻ്റഗ്രേഷൻ കോഴ്സൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് വികസിക്കുന്ന ഒരു 2-3 കഥാപാത്രങ്ങൾ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഭയങ്കര അത് ഈ 4:3 റേഷ്യോയിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള സിനിമ. അപ്പം റോമയൊക്കെ പോലെ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു നമുക്ക് ഒരിക്കലും അറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത, അറ്റാച്ച്മെൻറ്റ് തോന്നാത്ത രീതിയിൽ സ്പേസുകൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതും ഈ പറയുന്ന ഡിസൈനേഴ്സും അല്ലെങ്കിൽ പ്ലാനേഴ്സും ഒക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന ഐഡിയ ആണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? മനുഷ്യനെ ഒരു സ്പേസിൽ നിന്ന് സ്ട്രിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബോധപൂർവ്വം നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഇയാൽ വൈസ്മാൻ എന്ന് പറഞ്ഞിട്ട് ഫോറൻസിക് ആർക്കിടെക്ചർ ഉണ്ട്, UK ബേസ് ചെയ്തിട്ടുള്ള. അവരാണ് ഈ ഹിന്ദ് റജവിൻ്റെ കൊലപാതകമൊക്കെ എങ്ങനെയാണ് ഇസ്രായേൽ ആർമി എത്ര ഷോട്ട് വെടിവെച്ചിട്ടാണ് ആ കാറിലേക്ക് എത്ര ഷോട്ട് വെടിവെച്ചു, അത് രക്ഷിക്കാൻ വന്ന ആംബുലൻസിനെ എങ്ങനെയാണ് അവർ ഇതിൻ്റെ ഫുള്ളൊരു എന്താ പറയുക വിഷ്വൽ റീക്രിയേഷൻ നടത്തിയ വീഡിയോ ഒക്കെ ആണല്ലോ ഈ ഇന്ദ്രജവിൻ്റെ വിഷയത്തെ കുറച്ചുകൂടി ആംപ്ലിഫൈ ചെയ്യാനൊക്കെ ഇതായത്. ഓഫ് കോഴ്സ് ആ ടെലിഫോൺ കോൾ റെക്കോർഡഡ് ആയിരുന്നു എന്നുള്ളതും ഉണ്ട്, അതിൻ്റെ ഭയങ്കര ഒരു ഭീകരത ഉണ്ട്. അപ്പം അത് ചെയ്തത് ഫോറൻസിക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടൊരു ടീം. ഫോറൻസിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ നെക്കുബൻ്റെ ഒരു ഹിസ്റ്റോറിക് വില്ലേജസ് വെച്ചിട്ടൊരു അതിലുണ്ടായിരുന്നു. അത് അവർ ബേസിക്കലി ചെയ്യുന്നത് വെച്ചാൽ അവർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ലിയോപോൾഡ് ലാംബർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആർക്കിടെക്ചർ സ്കോളർ ഉണ്ട്. മൂപ്പരും പറയുന്നത് വെച്ചാൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു ടൂളാണ്. അതിനെ സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയൊക്കെ പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ അവർ കൂടി ഇരിക്കുന്ന ഒരു ഡിസൈൻ ടേബിളിൽ തീരുമാനമാകുന്ന കുറേ കാര്യങ്ങളാണ് ഒരു സിറ്റിൻ്റെ ഡിസൈനായി മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെയും സ്റ്റേറ്റിൻ്റെയും താല്പര്യങ്ങൾ ആ ഡിസൈനിൽ പ്രതിഫലിക്കും. എങ്ങനെയാണ് ഇപ്പോൾ ഗസ സിറ്റിയിലെ റീഡെവലപ്മെൻറ്റ് പ്ലാനുകളിൽ എന്തുകൊണ്ടാണ് ഈ വലിയ റോഡുകളാവുന്നത്, വിശാലമായ മെയിൻ റോഡുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മിലിറ്ററിക്ക് ഏറ്റവും പെട്ടെന്ന് ഇൻവൈഡ് ചെയ്യാനും ടാങ്കുകൾക്ക് പെട്ടെന്ന് തന്നെ പല നെയ്ബർഹുഡുകളിലേക്ക് ആക്സസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഒക്കുപ്പേഷൻ ആർമിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെടുന്നതാണ് സ്പേസ്. അപ്പോൾ അങ്ങനെ ഉള്ള വലിയ റോഡുകൾ, പാർക്കുകൾ എന്ന് പറയുന്നത് കുറേ ഒരു നിലക്ക് ഈ ലെഷർ സ്പേസസ് എന്ന് പറയുന്നത് എല്ലാവർക്കും എവിടുന്നും എപ്പോഴും കണ്ണെത്തുന്ന രീതിയിലുള്ള വളരെ ബ്രൈറ്റ് ലിറ്റ് ആയിട്ടുള്ള സ്പേസുകൾ ഉണ്ടാവുന്നത്. രാത്രിയിൽ എന്തുകൊണ്ട് ഇരുണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാവുന്നു, അതിനെപ്പോഴും ഒരു നൊട്ടോറിയസ് സ്പേസസ് ആയിട്ട് ലേബിൾ ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ കൺട്രോളും സർവൈലൻസും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ആർക്കിടെക്ചറും ഡിസൈൻ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ ഇതിനങ്ങനെ വളരെ നിസ്സാരമായി അല്ലെങ്കിൽ എനിക്കൊരു വീടുണ്ടാക്കണം അപ്പോൾ ഞാൻ എംപ്ലോയ് ചെയ്യുന്ന ഒരാളാണ് ആർക്കിടെക്റ്റ് എന്നുള്ള നിലക്ക് മാത്രം മനസ്സിലാക്കാതെ ആർക്കിടെക്ചറിനെ കേവലം ബിൽഡ് ഫോമുകൾ എന്നുള്ള അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഈ സിറ്റികളെ കുറിച്ച് പറയുമ്പോൾ
ആർക്കിടെക്ചർ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഓക്കെ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു തീർത്തത് ഇയാൽ വൈസ്മാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന അവരുടെ ഇത് വർക്ക് പ്രധാനമാണ്. അയാളൊരു ഇസ്രായേലി ആർക്കിടെക്റ്റാണ്. എന്നിട്ട് ജർമ്മൻ വൈസ്മാൻ, യെസ്. മൂപ്പര് ആദ്യം ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് പലസ്തീൻ അതോറിറ്റിയിലാണ്. എന്നിട്ട് ഇയാൾ ഇസ്രായേലി ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇസ്രായേലി സ്റ്റേറ്റ് ആർക്കൈവ്സിലേക്ക് ആക്സസ് ഉണ്ട്. ആർക്കിടെക്ചർ സ്റ്റുഡൻറ്റുമാണ്. അങ്ങനെ ആദ്യമായിട്ട് ചെയ്ത പരിപാടി എന്ന് പറയുന്നത് പണ്ടത്തെ വാട്ടർ വേസിൻ്റെ മാപ്പും അതുപോലെ ഈ സീവേജ് സിസ്റ്റത്തിൻ്റെയും ഒക്കെ മാപ്പുകളുണ്ടല്ലോ. ഇങ്ങനെ ഒരു ബോഡി ഫലസ്തീൻ അതോറിറ്റി അല്ലെങ്കിൽ അങ്ങനെ എന്താ ഇവർക്ക് ഗവൺമെൻസിനായിട്ട് ഒരു ബോഡി ഇങ്ങനെ കൊടുത്തിട്ട് എല്ലാ തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷനും എല്ലാം വിത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇസ്രായേൽ ചെയ്തത്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വൈസ്മാൻ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ പോകുന്നു, ആർക്കൈവ്സിലും ലൈബ്രറിയിലും പോയിട്ട് ഇതൊക്കെ ആക്സസ് ചെയ്യുന്നു. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ചുരുട്ടി ബോർഡർ കടത്തി അങ്ങനെ അവർക്ക് മാപ്പ് എത്തിച്ചുകൊണ്ടാണ് പുള്ളിയുടെ ഒരു ഇൻറ്റേൺഷിപ്പ് ജീവിതമൊക്കെ തുടങ്ങുന്നത്. അതിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ മൂപ്പരെ ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ട് ഇസ്രായേലിൽ പോയിട്ട്. പിന്നെ മൂപ്പരെ വർക്കുണ്ട്, അത് ഭയങ്കര ഹോളോലാൻഡ്. യെസ്, ഇസ്രായേൽ എങ്ങനെയാണ് ആർക്കിടെക്ചർ ഓഫ് ഓക്യുപ്പേഷൻ എന്നുള്ള നിലക്ക് അതിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള അതൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട പഠനങ്ങളാണ്. അതൊക്കെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കുറച്ചുകൂടി തിയറിറ്റിക്കലായിരുന്നു, എന്നാലും അതങ്ങനെ തന്നെ ആവുള്ളൂ. കാരണം അനുഭവങ്ങൾ അങ്ങനെ നമ്മൾ അധികം പറഞ്ഞില്ലല്ലോ. ഇല്ല, നമ്മൾ പഠന മേഖലയും കൂടെ ആണല്ലോ. അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ അതിൻ്റെ റീഡിങ്സ് ആണ് ഇതിൽ വരിക. അതിൻ്റെ തിയറിറ്റിക്കൽ വശം തന്നെയാണ് കൂടുതൽ വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നോൺ തിയറിറ്റിക്കൽ ഇതിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് ലാൻഡ് ചെയ്യാൻ? ഇപ്പോൾ ഇങ്ങനെ ഒരു പൊതുവുള്ള അഭിപ്രായം ഉണ്ടല്ലോ, ഇപ്പോൾ നഗരങ്ങളിലേക്ക് ആളുകൾ മാറി താമസിക്കുന്നത് കൂടെ ആണല്ലോ കുറച്ചുകൂടെ ലിബറേറ്ററി ആയിട്ട് തോന്നുക. പ്രത്യേകിച്ച് ഒരു കേസ് സ്റ്റഡി എടുത്തു കഴിഞ്ഞാൽ നാട്ടിലെ പെൺകുട്ടികൾ ബാംഗ്ലൂരിൽ പഠനത്തിനോ ജോലിക്കോ പോയി കഴിഞ്ഞാൽ ഒരു ചുറ്റുപാടിൽ നിന്ന് ഒരു മാറി അങ്ങനത്തെ ഒരു ടോക്സിക് എൻവയോൺമെന്റിൽ നിന്ന് മാറി കുറച്ചുകൂടെ ഫ്രീ ആയി പബ്ബിൽ പോവാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പലതരത്തിൽ എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെയുള്ള കുറെ സംഗതികൾ ആ നഗരങ്ങൾക്ക് അങ്ങനെ ഇൻഹെറന്റ് ആയിട്ട് പ്രത്യേകത ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണത് ആ പ്രത്യേകത നഗരങ്ങൾക്ക് വരുന്നത്? സബ്ജക്ട് എക്സ്പെർട്ട് ആണോ ഞാൻ? അല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഭയങ്കര നഗരങ്ങൾ ഒരർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലിബറേറ്ററി ആയിരുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ അത് ഈ മൈഗ്രേഷൻ്റെ സമയത്ത് പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ നമുക്ക് കുറേ ചുറ്റുപാടുകൾ നമുക്ക് കെട്ടുപാടുകൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പം കുറെ എക്സ്പെക്ടേഷൻസിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ നാട്ടിലെ കുറെ ക്യാമറകൾ, അങ്ങാടിയിലുള്ള ക്യാമറകൾ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇതിന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് നഗരത്തിൽ. അർബൻ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനമാണ്. അതിനകത്ത് പോയിട്ട് നമ്മള് ആ ഒരു സോഷ്യാലിറ്റി അല്ല അവിടെ ഉള്ളത്. ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിതം, ആരും കെയർ ചെയ്യാത്ത ഒരു ജീവിതം നയിക്കാം എന്നുള്ള നിലക്ക് കൺവീനിയൻസ് ഉണ്ട്. എനിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത് ആദ്യം ശാന്തപുരത്തേക്കാണ്. ശാന്തപുരത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മതിലില്ല, പക്ഷെ നാട് മൊത്തം CCTV ആണെന്നുള്ളതാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോവാം, പക്ഷെ പിറ്റേ ദിവസം നിങ്ങളെ പൊക്കിയിരിക്കും, ഉറപ്പാണ് കാര്യം. ഒരു ഇൻട്രസ്റ്റിംഗ് എന്താ പറയാ പ്ലോട്ടാണ്, ഭയങ്കര സംഭവമാണത്. അതായത് പുറത്ത് കടന്ന് ഇല്ലാസ്ഖാന്റെ ചായക്കട കടന്ന് ബാക്കിലേക്ക് എത്തുമ്പോൾ അവിടെ സോൾഡാറ്റിന്റെ ഒരു ക്ലബ്ബാണ്. അവിടെ കുറെ പേരുണ്ട്. ഈ ബാസിസ് ശാന്തവരൊക്കെ അറിയാം, കാർട്ടൂണിസ്റ്റ്, ഒരു വരയ്ക്കുന്ന മനുഷ്യന് മൂപ്പര്. പിന്നെ ശാന്തപുരം പള്ളിയിൽ വരുന്ന എല്ലാ ജമാഅത്താരും അവിടെ ഉണ്ടാവും. അപ്പം നമ്മളെങ്ങോട്ട് പോകുന്നു ആരാണെന്നൊക്കെ രജിസ്റ്റേർഡ് ആണ്. അപ്പം ബാക്കിൽ കൂടെ ഇറങ്ങിയാലും ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിയാലും വലിയ കാര്യമൊന്നുമില്ല. അത്ര ക്രീപ്പി ഒന്നും ആയിരുന്നില്ല, പക്ഷെ പൊക്കും. എന്ത് പരിപാടി ഉണ്ടായാലും പൊക്കും. അതിന് എല്ലാവിധ ഇതും അവിടെ ഉണ്ട്. അങ്ങനെ ചുറ്റും ഡിവൈഎഫ്ഐക്കാരായിരുന്നു ഈ പണി എടുത്തിരുന്നത്. അത് മോസ്കോ എന്നാണ് ആ സ്ഥലത്ത് അറിയപ്പെടുന്നത്. അങ്ങനെ കൊളാബറേഷൻ ഉണ്ടായിരുന്നു അസറും ഡിവൈഎഫ്ഐക്കാരും തമ്മിൽ. അതൊരു ഹോസ്റ്റൈൽ കൊളാബറേഷൻ ആയിരുന്നു, അതൊരു ഫ്രണ്ട്ലി കൊളാബറേഷൻ അല്ലായിരുന്നു. അതിന്റെ റിസൾട്ട് വേറെ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്. ഡൽഹിയിൽ എനിക്ക് ഭയങ്കര ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. എവിടെ പോവാം,
പോരാത്തതിന് എന്താ വെള്ളി ശനി ഞായർ ക്ലാസ്സും ഇല്ല. ജാമ്യൻ്റെ വലിയൊരു ഒരു ഇതാണത്. വെള്ളിയാഴ്ച അവധിയായിരിക്കും, കാരണം മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് വെള്ളിയാഴ്ച അവധിയായിരിക്കും. വെള്ളി ശനി ഞായർ 3 ദിവസം കണക്കാണ്. നിങ്ങൾക്ക് സിറ്റി എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ വല്ലാണ്ട് ട്രിപ്പൊന്നും പോയിട്ടില്ല, സിറ്റി ഭയങ്കരമായിട്ട് കറങ്ങിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സിറ്റികൾ ഇഷ്ടപ്പെടുന്നതും ഈ ഒരു സാധനം, ഒറ്റക്ക് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ തനിയെന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് സാധനം. അപ്പൊ നിങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ആരും ജഡ്ജ് ചെയ്യാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് അവിടെ കരയാം, ചിരിക്കാം, പൊട്ടിച്ചിരിക്കാം. പിന്നെ വേറെ അന്യനാടുകളാണെന്നുള്ള ഗുണം എന്ന് വെച്ചാൽ ഇങ്ങനെ വർത്താനം പറയാം. അല്ല, നിങ്ങൾ വർത്താനം പറഞ്ഞിട്ടില്ലേ തുർക്കി തെരുവുകളിലൂടെ മലയാളത്തിൽ കമന്റ് അടിച്ച് നടന്നിട്ടില്ലേ? ഓ, അതാണ് കരയാൻ പൊട്ടിച്ചിരിക്കാന്നൊക്കെ പറയുമ്പോ അല്ല, ഓക്കെ, ഞാൻ വെറുതെ ഒരു ഇത് പറഞ്ഞു മനസ്സിലായി. പക്ഷെ അങ്ങനെ ഉള്ളൊരു സ്വാതന്ത്ര്യം, ഒരു എന്താ പറയാ, ഒരു അപരിചിതത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടുന്നത് സിറ്റികളിൽ ഭയങ്കര. പക്ഷെ ഈ അപരിചിതത്തിന് ഒരു ഡാർക്ക് വശം കൂടി ഇല്ലേ? കുറച്ചുകൂടെ ആളുകൾ ഒറ്റപ്പെടുക, ഡിപ്രസ്ഡ് ആവുന്ന, ഇപ്പൊ നമ്മളെ ടാക്സി ഡ്രൈവറിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു നഗരങ്ങളുടെ ഒറ്റപ്പെടലാണല്ലോ പുള്ളി ജീവിക്കുന്നത്. നഗരത്തിന്റെ ഒരു വീർപ്പുമുട്ടലാണല്ലോ. പക്ഷെ നമ്മൾ അവിടെ കണ്ടെത്തുന്ന ചെറിയ ചെറിയ ഐലൻഡുകളുണ്ട്. ഇപ്പം ഇവിടെ ആയാലും നമ്മളിങ്ങനെ ആഴ്ചക്ക് കൂടി ഫുഡ് ഉണ്ടാക്കാന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു കോപ്പിങ്ങിന്റെ ഒക്കെ ഭാഗമാണല്ലോ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മൾ ഉണ്ടാക്കുന്ന ഫാമിലിയാണ്, അല്ലാതെ നമ്മൾ വളരെ ചൂസണായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫാമിലി. അതൊരു കാര്യങ്ങളും പ്രോഗ്രസീവ് കൺസെപ്റ്റ് അല്ലേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫാമിലി. ഫാമിലി കണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ടോക്സിക് എൻവയോൺമെന്റ്. അപ്പുറത്തെ വീട്ടിലെത്താൻ നോക്കുന്നു, ആദ്യത്തേത് ചോദിക്കും, ജോലി ആയില്ലേ ചോദിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കും. അതിൽ നിന്ന് മാറി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവര് വീക്കെൻഡിൽ കൂടുമ്പോൾ ഇവർ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഇവരുടെ ഗോസിപ്പുകളിൽ വരുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, ഇവന് അവൻ്റെതായിട്ട് ഇതായി ബ്രേക്കപ്പ് ആയി, അല്ലെങ്കിൽ ഇതായി ഉള്ള മറ്റവന്റെ കഥകൾ, അങ്ങനത്തെ സാധനങ്ങൾ ഇവര് ചർച്ച ചെയ്യുന്നത് തന്നെയല്ലേ. ഇപ്പൊ നാട്ടിലെ അയൽക്കൂട്ടത്തിനെ കുറ്റം പറയുന്ന ആള് ഇവിടെ വന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ ചുറ്റും കൂടി ഇരുന്നിട്ട്. ഈ അയൽക്കൂട്ടം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ഒരു സാധനം. നാട്ടിലെ ചായക്കട എന്ന് പറയുന്നത്, ചായക്കട കുറച്ചുകൂടി ഡിഗ്നിഫൈഡ് അയൽക്കൂട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ചായക്കട കുറച്ചും കൂടെ സീരിയസ് ആണ് കാര്യം. മറ്റേ വരത്തനില് പുള്ളിയുടെ പേര് ഇല്ല, പത്രം വായിച്ചിട്ട് ഇങ്ങനെ നോക്കൂലേ. മൂപ്പര് പേര് പറഞ്ഞില്ല, മൂപ്പര് മരിച്ചുപോയി. അതെ അതെ അതെ, പ്രേംകുമാറാണ്. ഓക്കെ. അപ്പൊ അതേപോലുള്ള കഥാപാത്രങ്ങള് കുറച്ചും കൂടെ ഭയങ്കര അപകടകാരികളും അല്ലേ. അയൽക്കൂട്ടത്തിൽ ആ പ്രശ്നമില്ലല്ലോ. അതെ, അത് ഡൊമസ്റ്റിസിറ്റിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കാര്യം. അവരുടെ ഉള്ളിലല്ലേ, പബ്ലിക് സ്പേസിൽ നിൽക്കുകയാണ് ഇങ്ങനെ എല്ലാത്തിനും സ്കാൻ ചെയ്ത് വിടുള്ളൂ. ലിഞ്ചിങ് ഉണ്ടാവുക, ജംഗ്ഷനുകളിൽ ലിഞ്ചിങ് ഉണ്ടാവൂലേ, അങ്ങനെയുള്ള. യെസ്, മേ ബി 1 hour ആയി നമുക്ക് വേണമെങ്കിൽ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സിറ്റി നൽകുന്ന അപരിചിതത്വം. അതൊരു ഇൻവിസിബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അത് പലപ്പോഴും പ്രശ്നമാവാറുണ്ട്. അതായത് പ്രത്യേകിച്ച് ഒരു വിദേശ നാട്, ഇപ്പോൾ ജർമ്മനിയൊക്കെ ആകുമ്പോൾ നമ്മൾ വളരെ റേഷ്യലൈസ്ഡ് ആണ്. നമ്മളെ കോലം, നമ്മളെ പേര്, ഇതൊക്കെ ഭയങ്കര റേഷ്യലൈസ്ഡ് ആണ്. ആ നിലക്ക് നമ്മളെ ഒരു വ്യക്തിയായിട്ട് ഇവർ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതും ഒരു വിഷയമാണല്ലോ. പബ്ലിക്കിലൂടെ നടന്നു പോകുമ്പോൾ ആരൊക്കെയാൽ കാണപ്പെടാനാണ് നമ്മൾ സാധ്യത എന്നുള്ള ഒരു വിഷയം ഉണ്ടല്ലോ. ആരാണ് ഇങ്ങനെ നോട്ട് ചെയ്യുക? നിങ്ങളൊരു വെള്ളക്കാരനെ നോക്കിയിട്ട് ഇങ്ങനെ നോട്ട് ചെയ്യൂലല്ലോ. പക്ഷെ ഒരു ബ്ലാക്ക് ഉണ്ടെങ്കിൽ പലപ്പോഴും ആ കണക്ഷൻ ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു അങ്ങോട്ട് ഉണ്ടാക്കുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഇന്ത്യക്കാരൻ വേറെ ഇന്ത്യക്കാരൻ കാണുമ്പോൾ പൊതുവേ മൈൻഡ് ചെയ്യാതെ പോലെയാണ്, പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു ടെൻഷൻ, ഒരു ഇതുണ്ടല്ലോ പാസിംഗ് മൊമെന്റ്. ചിലർ ഇങ്ങോട്ടൊക്കെ വന്ന് ചോദിക്കും, അത് ഫ്രം ഇന്ത്യ, ഫ്രം കേരള. അതൊക്കെയാണ് പറയാനുള്ളത്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞ റെഫറൻസുകളൊക്കെ കറക്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പേരെല്ലാം തെറ്റിയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതെ, അപ്പൊ ശരി, ഓക്കെ, കട്ട് ചെയ്യാം. സെറ്റ്.